السلام عليكم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والله أعلم بأعدائكم وكفى بالله وليا وكفى بالله نصيرا. ഏറ്റവും ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. നമ്മളിൽ നിന്നും കഴിഞ്ഞുപോയ പരിശുദ്ധ റമദാനിൻ്റെ ഓരോ ദിവസങ്ങളിലും നമ്മളെടുത്ത നോമ്പുകളും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ ദുആകളും ദിക്റുകളും നമ്മുടെ സ്വലാത്തുകളും നമ്മുടെ സ്വതക്കയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നാളെ മഹ്ശറ വൻസഭയിൽ നമുക്കേറ്റവും അനുകൂലമാകുന്ന സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന സൽക്കർമ്മമായി നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ, നോമ്പെടുക്കാൻ സാധിക്കാതെ ഫിദിയ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ആ നൽകുന്ന ഫിദിയ പരിപൂർണമായ നോമ്പിൻ്റെ പ്രതിഫലമായി അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സ്രഷ്ടാവിനെ അറിയാതെ മടങ്ങരുത് എന്നതാണ് ഇന്ന് സംസാരിക്കേണ്ടുന്ന വിഷയം. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അത് അംഗീകരിക്കുന്ന, അതിൽ അഭിമാനിക്കുന്ന ആളുകളായിട്ടാണ് നമുക്കിവിടെ കഴിയാൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിച്ചിട്ടുള്ളത്. ഈ ഭൂമി ലോകത്ത് വെച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മുസ്ലിമായിക്കൊണ്ട് ജീവിക്കുക എന്നത്. ആ മുസ്ലിമായി ജീവിക്കുന്ന മനുഷ്യർ മരിക്കേണ്ടതും മുസ്ലിമായിക്കൊണ്ട് തന്നെയായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ അറിയേണ്ടുന്ന എല്ലാ മേഖലകളിലും നമ്മൾ അറിയേണ്ടതുണ്ട് എന്നത് നമ്മുടെ ഈമാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും ആ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണ് നമ്മൾ. അല്ലാഹുവിൻ്റെ കോടതിയിൽ ആ മഹ്ശറയിൽ ഒരുമിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. അല്ലാഹു വിചാരണക്കെടുക്കുന്ന സമയത്ത് ആ പടച്ച തമ്പുരാനെ അറിഞ്ഞുകൊണ്ട് ആരാധിച്ചവർക്ക് മാത്രമാണ് വിജയികളായിക്കൊണ്ട് മഹ്ശറയിൽ നിൽക്കുവാൻ സാധിക്കുക. അവരുടെ ആരാധനകളാണ് അല്ലാഹു സ്വീകരിക്കുക. അപ്പം നമുക്കറിയാം, നമ്മൾ നോമ്പുകാരായി റമദാനിൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുന്നതോടൊപ്പം വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പം നോമ്പെടുക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർ മുസ്ലിങ്ങളല്ല, നമ്മുടെ മറ്റു മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങൾ. പത്രങ്ങളിലും അതുപോലെ തന്നെ വാർത്താ ചാനലുകളിലുമൊക്കെ അവരെക്കുറിച്ച് പറയാറുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം 40 വർഷമായിട്ട് നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു സഹോദരനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അദ്ദേഹത്തിൻ്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇതെൻ്റെ സ്രഷ്ടാവ് എനിക്ക് നിർബന്ധമാക്കിയതാണ്,
പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പെടുക്കേണ്ടുന്ന വിധിവിലക്കുകൾ, അതിൻ്റെ കാരണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന അറിവോടുകൂടി ആ സ്രഷ്ടാവിനുള്ള നോമ്പാണെങ്കിൽ മാത്രമേ അത് നാളെ മഹ്ശറയിൽ അദ്ദേഹത്തിന് ഉപകാരപ്പെടുകയുള്ളൂ. അതല്ല, മുസ്ലിങ്ങളൊക്കെ നോമ്പെടുക്കുന്നുണ്ട്, അവരോടുള്ള ഒരു സ്നേഹം, അവരോടുള്ള ഒരു ഐക്യദാർഢ്യം, ആ നിലയിൽ ഞാനും മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്ന സമയം മുതൽ അത് തുറക്കുന്ന സമയം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കി അവരോടൊപ്പം ആ വ്രതം അനുഷ്ഠിക്കുന്നു എന്നതാണെങ്കിൽ അതിന് മഹ്ശറയിൽ പടച്ച തമ്പുരാൻ്റെ പക്കൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്ന് പറയാൻ സാധിക്കുകയില്ല. അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്ന ആരാധനകൾക്കാണ് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുക. അങ്ങനെയാണല്ലോ മുസ്ലിം ആവുക എന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഒരാൾ പേര് മാറണം എന്നത് ഇസ്ലാമിൻ്റെ നിയമത്തിൽ പെടുന്നില്ല. അദ്ദേഹത്തിനുള്ള പേരിൽ തന്നെ നിലനിൽക്കാം. പക്ഷേ അദ്ദേഹം വിശ്വസിച്ചിട്ടുള്ള വിശ്വാസത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മാറി ചിന്തിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്നാമതായിട്ട് അറിയേണ്ടത് ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നതാണ്. അപ്പോൾ എന്താണ് ആരാധന? ആ ആരാധനയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നത് പ്രാർത്ഥനയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ എന്നതാണ് പ്രാർത്ഥനയുടെ മജ്ജ. ആരാധനയുടെ അതിൻ്റെ ഏറ്റവും മജ്ജയായിട്ട് നിൽക്കുന്നത് പ്രാർത്ഥനയാണ്, ദുആയാണ്. ആ പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അവൻ്റെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. കാരണം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാം വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നത്. പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പഠിപ്പിച്ചു തരുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതും അതാണ്. അതുകൊണ്ടാണ് മക്കയിൽ മുഹമ്മദ് റസൂലുള്ള അള്ളാഹുവിൻ്റെ തിരുദൂതരായി തിരഞ്ഞെടുക്കപ്പെട്ടു. തൻ്റെ ജനതയോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അതുവരെ മുഹമ്മദിനോട് വളരെ സ്നേഹബന്ധമുണ്ടായിരുന്ന ആളുകൾ, മുഹമ്മദിനെ വല്ലാതെ ഇഷ്ടമുണ്ടായിരുന്ന ആളുകൾ, മക്കക്കാരാണ്. മുഹമ്മദ് റസൂലുള്ളയാകുന്നതിന് മുമ്പ് റസൂലുള്ളാക്ക് സനദ് കൊടുത്ത ആളുകളാണ്, സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളുകളാണ് മക്കയിലുണ്ടായിരുന്ന ആളുകൾ. അവരാൽ നൽകപ്പെട്ട സർട്ടിഫിക്കറ്റാണ് അൽ അമീൻ എന്നത്. പ്രവാചകൻ റസൂലുള്ളയാകുന്നതിന് മുമ്പേ മക്കക്കാർ അംഗീകരിച്ചു നൽകിയ ഒരു സ്ഥാനമാണ് അൽ അമീൻ എന്നത്. വിശ്വസ്തനായിരുന്നു, പരോപകാരിയായിരുന്നു, സുസമ്മതനായിരുന്നു, സുശീലനായിരുന്നു, സുധർമ്മനായിരുന്നു. ഏതെല്ലാം മനുഷ്യന് ലഭിക്കേണ്ടുന്ന ഏതെല്ലാം ക്വാളിറ്റികളുണ്ടോ ആ ക്വാളിറ്റികൾ മുഴുവനും തികഞ്ഞ ഒരു വ്യക്തി ആയിരുന്നു മുഹമ്മദ് റസൂലുള്ള. പക്ഷേ ആ ആളുകളോട് അള്ളാഹുവിൻ്റെ വഹയി പ്രകാരം നിങ്ങൾ ഈ തേടിക്കൊണ്ടിരിക്കുന്ന ഇബ്രാഹിം നബിയോടുള്ള തേട്ടം ഇനിമേൽ നിങ്ങൾക്ക് പാടില്ല. അത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളെ ക്ഷണിച്ചത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് ഇബ്രാഹിം നബിയുടെ മാർഗമല്ല നിങ്ങൾ ഇബ്രാഹിം നബിയോട് തേടുന്നത്. ഇസ്മായിൽ നബിയോടുള്ള തേട്ടം ഇസ്മായിൽ നബിയുടെ മാർഗമല്ല. ഇസ്മായിൽ നബിയും അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ച മഹാപ്രവാചകനാണ്. ലാത്തയും ഉസ്സയും മനാത്തയും ഹുബലുമൊന്നും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയോ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയോ ചെയ്യുന്നവരല്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന, ആരാധന അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്ന് ആ മുഹമ്മദുർ റസൂലുള്ള മക്കയിൽ പറഞ്ഞപ്പോൾ ആ ആളുകൾക്ക് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. മുഹമ്മദ് റസൂലുള്ള പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് മക്കക്കാർക്ക് ശരിക്കും മനസ്സിലായി. അതുകൊണ്ട് അവർ പ്രതികരിച്ചു, മുഹമ്മദേ പറ്റൂല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ്റൂല എന്ന് പറഞ്ഞു. അവർക്ക് അറിഞ്ഞത് കൊണ്ടാ അവരെ എതിർത്തത്. നേരെ മറിച്ച് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടമായപ്പോഴേക്ക് റസൂലുള്ളയുടെ വഫാത്തിന് ശേഷം 14 നൂറ്റാണ്ട് കഴിഞ്ഞ് ആ മുഹമ്മദ് റസൂലുള്ളയുടെ അനുയായികൾ എന്ന് പറയാൻ പറ്റുന്ന മുസ്ലിം ഉമ്മത്തിൽ അധികം ആളുകൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. മക്കയിലെ ഖുറൈശികൾക്ക് മനസ്സിലായ അത്ര പെട്ടെന്ന് ഇന്നും മുസ്ലിം ഉമ്മത്തിലെ പല ആളുകൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? മക്കയിലെ ഖുറൈശികൾ, ആ മുശ്രിക്കുകൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അവർ റസൂലുള്ളയോട് പറ്റൂല, ഇതിവിടെ പറയാൻ പാടില്ല, സമ്മതിക്കില്ല എന്നവർ പറഞ്ഞത് അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആരാധ്യരെയും ഒഴിവാക്കി അള്ളാഹുവിനെ മാത്രം ആരാധ്യനായിട്ട് സ്വീകരിക്കണമെന്ന ആ യാഥാർത്ഥ്യം അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ ഉള്ള ആളുകൾ
ഹൃദയങ്ങളിൽ ധാരാളം പ്രതീക്ഷകളും ഒരുപാട് ആളുകളിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുമെന്ന പ്രാർത്ഥനകളും ഉള്ള ആളുകളായിക്കൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്കൊരു മടുപ്പുമില്ലാതെ അവർ അംഗീകരിക്കുന്നു, അവരത് പറയുന്നു. ഇത് രണ്ടും വലിയ വ്യത്യാസമുണ്ട്. മക്കയിലെ ഖുറൈശികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൊരുൾ മനസ്സിലായി. അഥവാ മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ, അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിമിഷം അവർ വിളിച്ചു തേടിയിരുന്ന ഇബ്രാഹിം നബിയോടുള്ള തേട്ടമില്ല, പിന്നെ അവർ തേടിയിരുന്ന ഇസ്മായിൽ നബിയോടുള്ള തേട്ടമില്ല. ലാത്തയോ ഉസ്സയോ മനാത്തയോ പിന്നെ അവരുടെ മുമ്പിൽ ഒന്നുമല്ല. അവർക്ക് വിളിച്ചു തേടാനുള്ളതല്ല, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല, അവരുടെ പ്രയാസങ്ങൾക്ക് അവിടെ ചെന്ന് പ്രയാസങ്ങൾ പറയുവാനുള്ള കേന്ദ്രങ്ങളല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവിനെ മാത്രം അംഗീകരിക്കുക എന്നത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന, സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നില്ല അവരുടെ ഹൃദയത്തിൽ ആരാധ്യന്മാർ പിടിമുറുക്കിയിരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി അവരെ എതിർത്തത്. പറ്റൂല, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ റസൂലുള്ളാഹി. ഈ കാര്യം പറയുന്നതിൻ്റെ ഒരു മിനിറ്റ് മുമ്പ് വരെ മുഹമ്മദ് റസൂലുള്ളാഹി അവർക്ക് കണ്ണിലുണ്ണിയാണ്, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്. അത് പല സന്ദർഭങ്ങളിൽ അവർ പറയുന്നുണ്ടത്. മുഹമ്മദ് റസൂലുള്ളാഹിയോട് പല സന്ദർഭങ്ങളിൽ അവർ പറയുന്നുണ്ട്. ഉത്ബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ഒരു സംവാദത്തിന് റസൂലുള്ളാഹിയെ വിളിക്കുന്നുണ്ട്, നേർക്ക് നേരെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഉത്ബ റസൂലുള്ളാഹിനോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം, മുഹമ്മദേ, നീയാണോ ഉത്തമനായിട്ടുള്ള ഒരു മനുഷ്യൻ, അതോ നിന്റെ പിതാവ് അബ്ദുള്ളയായിരുന്നോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഉത്ബ. ഈ ചോദ്യത്തിന് റസൂലുള്ളാഹി മറുപടി പറഞ്ഞിട്ടില്ല. ആ ചോദ്യത്തിന് റസൂലുള്ളാഹിക്ക് മറുപടിയില്ല. അപ്പോൾ ഉത്ബക്ക് ആവേശമായി. മുഹമ്മദിന്റെ ഒന്നാമത്തെ ചോദ്യത്തിന് മുഹമ്മദ് ആവേശമില്ലാതെ മാറി നിൽക്കുകയാണ്. രണ്ടാമതും ചോദിച്ചു, മുഹമ്മദേ, നീയാണോ ഉത്തമനായിട്ടുള്ള മനുഷ്യൻ, അതല്ല നിന്റെ പിതാവിന്റെ പിതാവ് അബ്ദുൽ മുത്തലിബ് ആയിരുന്നോ നല്ലൊരു മനുഷ്യൻ? അതിനും റസൂലുള്ളാഹി മറുപടി പറഞ്ഞില്ല. അപ്പോൾ ഉത്ബക്ക് കൂടുതൽ ആവേശമായി. ആ സന്ദർഭത്തിൽ ഉത്ബ മുഹമ്മദ് റസൂലുള്ളാഹിയോട് പറയുന്നത്, മുഹമ്മദേ, നീ ഞങ്ങൾക്കിടയിൽ എത്ര നല്ലൊരു മനുഷ്യനായിരുന്നു, നീ ഞങ്ങൾക്ക് എത്ര ഇഷ്ടമുള്ളൊരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ മുഴുവനും നിനക്കെതിരാവാനുണ്ടായ കാരണം ഒന്ന് മാത്രമാണുള്ളത്, അള്ളാഹു മാത്രമേ ആരാധ്യനായിട്ടുള്ളൂ എന്ന നിന്റെ ആ ഒരു പുത്തൻവാദം, പുതിയ വാദം, അത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല. അത് നീ ഒഴിവാക്കുകയാണെങ്കിൽ നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എത്ര പെൺകുട്ടികളെ നിനക്ക് വിവാഹം കഴിച്ചു തരണം? നീ പറയുന്ന അത്ര കുട്ടികളെ നിനക്ക് വിവാഹം കഴിച്ചു തരാം. അതാണ് ഒന്നാമത്തെ വാഗ്ദാനം. അതല്ല, നിനക്ക് സമ്പന്നനാവണോ? എങ്കിൽ ഞങ്ങളുടെ കച്ചവട സംഘത്തിന്റെ സമ്പത്ത് മുഴുവനും നിനക്ക് തരാം. എന്നിട്ട് നീ കച്ചവടം ചെയ്ത് വലിയ സമ്പന്നനാവ്, ഞങ്ങൾ നിന്നോടൊപ്പം നിൽക്കാം. കാരണം എന്താ? നിന്നെ ഒഴിവാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അത്രമേൽ ഇഷ്ടമാണ് നിന്നോട് ഞങ്ങൾക്ക്, അത്ര ഇഷ്ടമാണ്. ഇനി അതല്ല, ഞങ്ങളുടെ നേതാവാനാണോ നീ ഉദ്ദേശിക്കുന്നത്? എങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. നീ ഞങ്ങളുടെ നേതാവാണ്. അത്രമേൽ ഇഷ്ടമായിരുന്നു ഖുറൈശികൾക്ക് മുഹമ്മദിനോട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബയുടെ ഈ സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഞാൻ ഇനി കുറച്ച് കാര്യങ്ങളൊന്ന് പറയട്ടെ. നിനക്ക് പറയാനുള്ളത് പറയൂ എന്ന് പറഞ്ഞു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ഫുസ്സിലത്തിന്റെ 1 മുതൽ 13 വരെയുള്ള ആയത്തുകൾ ഇങ്ങനെ ഓതാൻ തുടങ്ങി. ആ ആയത്തുകൾ ഇങ്ങനെ ഓതി തുടങ്ങിയപ്പോൾ അതുവരെ വളരെ മസിൽ പിടിച്ചു നിന്നിരുന്ന ഉത്ബ പേടിച്ചു വിറക്കാൻ തുടങ്ങി. ഈ ആയത്തുകൾ ഇങ്ങനെ കേട്ടു തുടങ്ങിയപ്പോൾ ഉത്ബ വിറച്ചു. വിറയാർന്ന കൈകൾ കൊണ്ട് റസൂലുള്ളാഹിയുടെ ആ ചുണ്ടിനടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ തട്ടിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദേ, നിർത്ത്, ഇനി നീ ഓതല്ലേ എന്ന് പറഞ്ഞു. പേടിച്ചു വിറച്ചു പോയി. എന്തുകൊണ്ടാ ഉത്ബ പേടിച്ചു വിറച്ചത്? ആ മുഹമ്മദ് റസൂൽ അള്ളാഹുവിന്റെ വചനങ്ങൾ കേട്ടിട്ട് പിന്മാറിപ്പോയിട്ടുള്ള ആദിന്റെയും സമൂദിന്റെയും ഒക്കെ ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നുണ്ടായിട്ടുള്ള ആ ശിക്ഷയെ കുറിച്ച് നീ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം എന്ന ആയത്ത് വന്നപ്പോ ഉത്ബ പറയാ, എൻ്റെ കണ്ണിന്റെ മുമ്പിൽ ആ ഒരു മഹാ അള്ളാഹുവിന്റെ പരീക്ഷണം, ശിക്ഷ വന്നിറങ്ങുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഉത്ബ ഇറങ്ങി ഓടുകയാണ്. അവിടുന്ന് ഓടുന്ന വഴിയിൽ പല ആളുകളും ഉത്ബയെ വിളിക്കുന്നുണ്ട്, നീ മുഹമ്മദിന്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് എന്തായി എന്ന് ചോദിക്കാൻ. ആർക്കും മുഖം കൊടുക്കാതെ ഉത്ബ ഓടി വീട്ടിൽ കയറി വാതിലടച്ചു. ചില ആളുകളൊക്കെ പറഞ്ഞു ഉത്ബയും കൈവിട്ടെന്നാണ് തോന്നുന്നത്, മുഹമ്മദിന്റെ കൂടെ ആയി എന്നാണ് തോന്നുന്നത്. മുഹമ്മദിന്റെ അടുത്ത് പോയി സംസാരിച്ചവരാരും ആ മുഹമ്മദിനോട്
കൂടെ നിൽക്കാതെ തിരിച്ചു പോന്നിട്ടില്ല, അതുകൊണ്ട് ഉത്ബയും കൈവിട്ടു എന്നാണ് തോന്നുന്നത് എന്ന് ചർച്ചയുണ്ടായി, സംസാരമുണ്ടായി. അബൂജഹലിനെ പോലെയുള്ള ആളുകൾ ഉത്ബയുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ഉത്ബ ആദ്യം പറഞ്ഞത്, മുഹമ്മദ് ഇന്ന് വരെ കളവ് പറഞ്ഞിട്ടില്ല എന്ന് നമുക്കൊക്കെ അറിയാലോ. കണ്ടോ, മുഹമ്മദ് ഇന്ന് വരെ കളവ് പറഞ്ഞിട്ടില്ല, നമുക്കൊക്കെ അറിയാലോ. മുഹമ്മദ് എന്റെ മുമ്പിൽ ഓതിയ ആയത്തുകൾ, അള്ളാഹുവിന്റെ അശിക്ഷ നമ്മുടെ മേൽ വന്നു വീഴുന്നത് എനിക്ക് അനുഭവപ്പെട്ടതുപോലെ ഞാൻ പേടിച്ചു വിറച്ചുപോയി. ഇനി മുഹമ്മദിനോട് തർക്കിക്കാൻ ഞാനില്ല. ഉത്ബക്ക് മുസ്ലിം ആവാൻ സാധിച്ചിട്ടില്ല കേട്ടോ. ഇനി മുഹമ്മദിനോട് തർക്കിക്കാൻ ഞാനില്ല. ആ ഉത്ബക്ക് മനസ്സിലായ റബ്ബിന്റെ ആ ഒരു വലിയ മഹത്വം ഇന്ന് ജീവിക്കുന്ന ഈ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതി നടക്കുന്ന മുസ്ലിം ഉമ്മത്തിൽ പല ആളുകൾക്കും ബോധ്യപ്പെടുന്നില്ല എന്നത്, നമ്മുടെ മരണത്തിനു മുമ്പ് ആ റബ്ബിനെ നമ്മൾ അറിയാതെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ അതൊരു വലിയ തീരാ നഷ്ടമായിട്ടാണ് ഈ ഭൂമി ലോകത്തു നിന്ന് പോകേണ്ടി വരിക. മുഹമ്മദ് റസൂലുള്ള വളരെ കൃത്യമായിട്ട് അവരുടെ മുമ്പിലുണ്ടായിരുന്ന മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും മാറ്റി നിർത്തി അവരെ സംസ്കരിച്ചെടുത്തു. ഇപ്പോ നമ്മുടെ കൊച്ചു കേരളം പോലും ലഹരിയുടെ പേരിൽ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആകെ എല്ലാവർക്കും പറയാനുള്ളതാ, വീട്ടിലേക്ക് കയറി വരുന്ന പ്രായമേറിയ മാതാപിതാക്കള് വീട്ടിൽ നിന്ന് മൂർച്ചയുള്ള കത്തികൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒളിപ്പിച്ചു വെക്കുന്ന കാല. പല മാതാപിതാക്കളും പറയാ, കത്തികളൊക്കെ ഇപ്പൊ എടുത്ത് പത്തായത്തിൽ വെച്ച് അല്ലെങ്കിൽ അലമാരയിൽ വെച്ച് പൂട്ടുകയാണ് മക്കളെ വൈകുന്നേരം ആയാലും. എന്തേ, കള്ളന്മാരെ പേടിച്ചിട്ടാണോ? അല്ല, വീട്ടിലേക്ക് കയറി വരുന്ന മക്കൾ എങ്ങനെയാണ് വരുന്നത് എന്നറിയില്ല. ഒരു പക്ഷേ ഈ കത്തികളായിരിക്കാം മകന്റെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ വെട്ടിക്കൊല്ലാൻ അത് മതി. പഴയ കാലത്തൊക്കെ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ബോംബെയുടെ ആ മഹാനഗരങ്ങളിൽ പറഞ്ഞു കേട്ടിരുന്ന കൊലപാതകങ്ങളും അവിടെ ഉപയോഗിച്ചിരുന്ന മയക്കുമരുന്നുകളും വൻ മാഫിയകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നത് ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ മുറുക്കാൻ കുടയുടെ താഴെ വളരെ സുലഭമായി ലഭിക്കുകയാണ്. മുറുക്കാൻ കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട നിവർത്തി വെച്ച് ഒരു ചെറിയ ടേബിൾ ഇട്ട് അതിൻ്റെ മുകളിൽ കുറേ ഡപ്പികൾ ഇങ്ങനെ വെച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും അതിലൊരു 10 ശേലം വെത്തിലയും വെച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ. ഇതിൽ ഭൂരിപക്ഷം ആളുകളും മയക്കുമരുന്നിൻ്റെ ഏജന്റുകളാണ്. എല്ലാവരുമാണെന്ന് ഞാൻ പറയില്ല. ഒരുപക്ഷെ ഉപജീവനത്തിന് വേണ്ടി അങ്ങനെ ഇരിക്കുന്നവരുണ്ടാവാം നല്ലവർ. എന്നാൽ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ശേലം വെത്തിൽ വിറ്റുകൊണ്ടല്ല അവർക്ക് അവരുടെ ഉപജീവനം കണ്ടെത്തുന്നത്. അവർ അവിടെ ഇരിക്കുന്നത് മയക്കുമരുന്ന്, നല്ല മൂർച്ചയേറിയ മരുന്നുകൾ വിപണനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ കുട കാണുമ്പോൾ നിങ്ങളൊന്ന് ലേശം ഒന്ന് മാറി നിന്നിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് നോക്കിയാൽ അവിടെ വന്ന് സാധനം മേടിച്ചു പോകുന്ന ആളുകളെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഒരൊറ്റ വെത്തിലയും വരുന്നവർ മേടിക്കുന്നില്ല, ഈ ഡബ്ബികളൊന്നും തുറക്കുന്നില്ല. സാധനമൊക്കെ വേറെ വഴിയിൽ നിന്ന് എടുത്ത് കൊടുത്ത് കാശും മേടിച്ചിരിക്കുന്നത് കാണാം. അത്ര പ്രതിസന്ധിയിലാണ് ഇന്ന് കേരളം. അവിടെയൊക്കെ കേട്ടിരുന്ന ബോംബെയുടെ വൻ നഗരങ്ങളിൽ കേട്ടിരുന്ന കൊലപാതകങ്ങൾ നമ്മുടെയൊക്കെ അയൽപ്പക്കത്ത് കേൾക്കുക. കഴിഞ്ഞ ദിവസം വൈലത്തൂരിൽ നിന്ന് നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹം പറയാ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലാട്ടോ ഉമ്മാനെ വെട്ടിക്കൊന്നത്. തൊട്ടടുത്ത വീട്ടിൽ കാവപ്പുര എന്ന് പറയുന്ന സ്ഥലത്ത് മകൻ വീട്ടിലേക്ക് വന്ന് കത്തിയെടുത്ത് ഉമ്മയെ വെട്ടി താഴെയിട്ടു. മരണവെപ്രാളത്തിൽ പെടയുന്ന ഉമ്മയെ അവരുടെ നിലവിളി കേട്ട് അയൽവാസികൾ ഓടി വന്ന് ആ ഉമ്മയെ ആശുപത്രിയിൽ എത്തിക്കുവാൻ വേണ്ടി ഒരു വാഹനത്തിന് ഓടിയാ വന്ന ആള്, വാഹനം എടുക്കാൻ ഓടിയതാ. അവൻ വരുന്നതിന് മുമ്പ് ആ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ എടുത്ത് വീണ്ടും ആ ഉമ്മയുടെ തലക്ക് ഇടിച്ചു ചതച്ചു. പിന്നെ അവർക്ക് ആശുപത്രിയിൽ കൊണ്ടേണ്ടി വന്നിട്ടില്ല, അവിടെ വെച്ച് മരിച്ചു. എത്ര ക്രൂരമായിട്ടാ മക്കളാ ചെയ്യുന്നത്. പോറ്റി വളർത്തിയ, പെറ്റു വളർത്തിയ മക്കള് വളരെ ദുരന്തത്തിലാ. അഫാൻ എന്ന് പറയുന്ന 24 വയസ്സ് പ്രായമുള്ള ആള് തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഓരോ കൊലപാതകങ്ങൾ കഴിഞ്ഞ് പല ആളുകൾക്ക് ഒരു ടെൻഷനോ ഒരു കുറ്റബോധമോ ഇല്ലാത്ത മാനസികാവസ്ഥയിൽ മനുഷ്യനെ എത്തിക്കാൻ പറ്റുന്ന മയക്കുമരുന്ന് എത്രമാത്രം അപകടകരമായിട്ടാണ് നമ്മുടെയൊക്കെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെയൊക്കെ ഇടവഴികളിലൂടെ ഒക്കെ കറങ്ങി നടക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇതിനേക്കാൾ ഗംഭീരമായിരുന്നു മക്കയിലുണ്ടായിരുന്ന മനുഷ്യരുടെ ലഹരി. അവരുടെ ലഹരിയിലേക്കൊന്നും ഇപ്പോഴും കേരളം എത്തിയിട്ടില്ല. മക്കയിലുണ്ടായിരുന്ന മനുഷ്യർ ലഹരി എന്നത് അവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, എല്ലാവരും ഉപയോഗിച്ചിരുന്നു. കുടുംബക്കാരൊക്കെ വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ നല്ല ചായയും കാപ്പിയും അല്ല കൊടുക്കുക, ഏറ്റവും നല്ല കള്ള കൊടുക്കുക. കള്ളാണ് വിരുന്നുകാർക്ക് കൊടുക്കുക. കാരണം എന്താ? അതാണ് അവരുടെ സംസ്കാരം. അവർക്കതൊരു മോശമായ ഏർപ്പാടാൻ തോന്നിയിട്ടില്ല. ആ മനുഷ്യരെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്ത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ
അവർ ലോകത്ത് സമം വെക്കാനില്ലാത്തത്ര സമുന്നതരായ ഏറ്റവും നല്ല മനുഷ്യരായി മാറി. അല്ലേ? ആരായിരുന്നു അവർ? വ്യഭിചാരികളായിരുന്ന, മദ്യലഹരിയിലുണ്ടായിരുന്ന, ചൂതാട്ടക്കാരായിരുന്ന, പരസ്പരം കലഹിക്കുക എന്നത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കലഹമായിരുന്നു. അത് ദിവസങ്ങളോളം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കലഹങ്ങളുണ്ട്, വാർഷികം വരെ ആഘോഷിക്കുന്ന കലഹങ്ങളുണ്ട്, പരസ്പരം ഗോത്രങ്ങൾ തമ്മിൽ എത്രയോ കാലമായിട്ട്. മുഹമ്മദ് റസൂലുള്ളയെ മക്കയിൽ മദീനയിൽ നിന്ന് ഖസറജ് കുടുംബത്തിൽപ്പെട്ട രണ്ട് സഹോദരന്മാർ മക്കയിലേക്ക് വന്ന് ഞങ്ങളുടെ സഹോദര ഗോത്രമായ ഔസ് ഗോത്രത്തിനുമായിട്ട് ഞങ്ങൾ അടുത്ത ദിവസം ഒരു അടി തീരുമാനിച്ചിട്ടുണ്ട്. ആ അടിക്ക് നല്ല അടിക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാരെ മക്കത്തിന് കിട്ടുമോ എന്ന് ചോദിക്കാൻ വന്ന രണ്ടാളുകളാണ്. അവർ കണ്ടത് മുഹമ്മദ് റസൂലുള്ളയാ. റസൂലുള്ള അവരെ എടുത്തിരുത്തി അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി കൊടുത്തു, അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അടി ഒഴിവായിക്കളി, അതിനേക്കാൾ നല്ല നിങ്ങൾക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞു. അവരാണ് മദീനയിൽ റസൂലുള്ളാഹിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത്. അല്ലാത്തൊരു ചരിത്ര സംഭവമാണത്. അടിക്കാൻ വേണ്ടി, ആളെ പേടിക്കാൻ വേണ്ടിയിട്ട്, ആളെ കൂട്ടാൻ വേണ്ടി മക്കത്ത് നല്ല അടിക്കാരെ പോക്കിരികളെ വിളിക്കാൻ വേണ്ടി വന്ന ആളുകളാ. അവരെ റസൂലുള്ള എടുത്ത് കിട്ടിയപ്പോൾ റസൂലുള്ള ഏതാനും സമയങ്ങൾ കൊണ്ട് അവരെ സംസ്കാരമുള്ള, അക്രമ സ്വഭാവമില്ലാത്ത നല്ല മനുഷ്യരാക്കി മാറ്റി. എന്തുകൊണ്ടാ? ഖുർആന്റെ ആയത്തുകൾ കൊണ്ട്. അള്ളാഹുവിനെ പരിചയപ്പെട്ടാൽ അവർ നല്ലവരായിട്ട് മാറും. അതിന് തെളിവ് തന്നെയാ. മക്കയിലെ ഉക്കാവ ചന്തയിലെ ഏറ്റവും വലിയ പോക്കിരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരാളുടെ പേരേ പറയാനുള്ളൂ. ഏറ്റവും വലിയ പോക്കിരി, ശക്തനായ പോക്കിരി, ആരെ ഇടിച്ചു താഴെ ഇടും. ആരായിരുന്നു? ഖത്താബിന്റെ മകൻ ഉമറായിരുന്നു ഏറ്റവും വലിയ പോക്കിരി. ആ ഖത്താബിന്റെ മകൻ ഉമർ ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ, അല്ല ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ വിശ്വാസികളും ആ മഹാന്റെ പേര് കേൾക്കുമ്പോൾ പറയണം റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ അമീറുൽ മുഅ്മിനായി രണ്ടാമത്തെ ഖലീഫയായിട്ട് ആ ഉക്കാവ ചന്തയിലെ ഗജപോക്കിരിയായ ഉമർ എങ്ങനെയാണ് കുട്ടികൾ കരയുന്നത് പോലെ കരഞ്ഞു അള്ളാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു മടങ്ങിയ ഉമർ. നമ്മുടെ രാജ്യത്തിന്റെ മഹാത്മാഗാന്ധിജി പോലും അഭിപ്രായപ്പെട്ടത്ര ഉമറിന്റെ ഭരണമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന്. ആരായിരുന്നു അപ്പോൾ ഉമർ എങ്ങനെയാ ഉമറായത്? അള്ളാഹുവിനെ മനസ്സിലായി, അള്ളാഹുവിനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് മനസ്സിലായി. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട് മുസ്ലിം ആയതിനു ശേഷം, നബിയെ, ഞാൻ ജാഹിലിയ കാലത്ത് ഈ മസ്ജിദുൽ ഹറമിൽ എഴുത്തികാഫ് ഇരിക്കാമെന്ന് എനിക്കൊരു നേർച്ചയുണ്ടായിരുന്നു. അള്ളാഹിന്റെ പള്ളിയിൽ എഴുത്തികാഫ് ഇരിക്കാമെന്നൊരു നേർച്ചയുണ്ടായിരുന്നു എനിക്ക്. അത് ഞാൻ വീട്ടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹിനോട്. റസൂലുള്ളാഹി പറഞ്ഞു, തീർച്ചയായിട്ടും വീട്ടണം എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ പേരിൽ നേർച്ചയാക്കിയതാ, അത് എഴുത്തികാഫ് ഇരുന്നിട്ട് തന്നെ വീട്ടണം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലത്ത് നേർച്ചയാക്കിയത് ഏത് അള്ളാഹുവിലാ? പല ഉസ്താദുമാരും പറയും അവർക്ക് അള്ളാഹിനെ അറിയില്ലായിരുന്നു. അറിയാത്തൊരു അള്ളാഹു നേർച്ചയാക്കി നേർച്ച വീട്ടേണ്ടതുണ്ടോ? അറിയാമായിരുന്നു അവർക്ക് അള്ളാഹുവിനെ. അവർക്ക് അറിയാത്ത പ്രശ്നമുണ്ടായിരുന്നില്ല. അള്ളാഹുവിനെ കണക്കാക്കേണ്ടുന്ന വിധത്തിൽ ആ അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചിരുന്നില്ല എന്നതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അവർ മുശ്രിക്ക് ആയത്. ഒരാൾ മുശ്രിക്ക് ആവണമെങ്കിൽ തന്നെ അള്ളാഹിനെ അറിയണമെന്നാണ്. അള്ളാഹ് എന്നൊരു ശക്തി ഉണ്ടെന്ന് അറിഞ്ഞാലേ മുശ്രിക്ക് പറ്റുള്ളൂ. ആ ശക്തിയിൽ ശരീക്കന്മാരെ, സഹായികളെ ഉണ്ടാക്കിയാലാണ് മുശ്രിക്കാവുള്ളൂ. മുശ്രിക്കാവണമെങ്കിൽ തന്നെ അള്ളാഹുവിനെ കുറിച്ചൊരു ബോധം ചെറുതായിട്ടെങ്കിലും ഉണ്ടാവണം. അല്ലാത്ത ഒരാൾക്ക് മുശ്രിക്കാവാനും പറ്റൂല. അതാണ് സത്യം. ആ ചന്തയിലെ, ആ മക്കയിലെ, മദീനയിലെ അവിടുത്തെ മനുഷ്യരെ മുഴുവനും ലോകത്തിന്റെ മുമ്പിൽ മഹാന്മാരായ, ഉന്നതന്മാരായ അള്ളാഹുവിന്റെ പക്കൽ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അള്ളാഹു അവരിഷ്ടപ്പെട്ടു, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു മഹാ അനുഗ്രഹം ലഭിച്ച മനുഷ്യർ, അവർക്ക് ആ അനുഗ്രഹം ലഭിച്ചത് മുഹമ്മദ് റസൂലുള്ള അവർക്ക് ഖുർആനിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു എന്നതാണ്. അപ്പൊ നമ്മളും അറിയേണ്ടത് ആ ഖുർആനിലൂടെയാണ് അള്ളാഹുവിനെ അറിയേണ്ടത്. കേട്ടറിഞ്ഞ അള്ളാഹു പോരാ നമുക്ക്. നമ്മൾ എവിടേക്കോ കേട്ടറിഞ്ഞു, മുസ്ലിമാണ് നമ്മൾ, അള്ളാഹിനെ നമുക്കറിയാം, അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ പാടുന്നൊക്കെ അറിയാം. പക്ഷെ അള്ളാഹുവിന്റെ പല സിഫത്തുകളും നമ്മൾ അറിയാതെ പല ആളുകൾക്കും വകവെച്ചു കൊടുക്കുന്നുണ്ട്, അല്ലേ? ഇപ്പൊ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ആളുകളുണ്ട് എന്ന് അവകാശപ്പെടുന്ന എത്ര ആളുകൾ കേരളത്തിലുണ്ട്? ധാരാളം ആളുകളുണ്ട്. ചൂഷകരാണവർ, വഞ്ചകരാണവർ, പിടിച്ചുപറിക്കാരാണവർ. സ്ത്രീകളെ കയ്യിൽ കിട്ടിയാൽ അവർ അഭിമാനം വരെ പിച്ചു ചിന്തുന്നവരാണവർ. പക്ഷെ അവരെ വിശ്വസിച്ച് എത്ര ആളുകൾ ചെല്ലുന്നുണ്ട് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ, വീട്ടിലെ പ്രശ്നങ്ങൾ അറിയാൻ, ഗൾഫിൽ പോയ ഭർത്താവിന്റെ ജോലി എന്താ കിട്ടാത്തതെന്ന് അറിയാൻ, ഇതിൻ്റെയൊക്കെ രഹസ്യം എന്താണെന്നറിയാൻ. ജ്യോത്സ്യരെടുത്ത് പോകുന്ന ആളുകളുണ്ട്, പണിക്കന്മാരെടുത്ത് പോകുന്ന ആളുകളുണ്ട്,
മുസ്ലിയാക്കന്മാരുടെ അടുത്ത് പോകുന്ന ആളുകളുണ്ട്, തങ്ങന്മാരുടെ അടുത്ത് പോകുന്ന ആളുകളുണ്ട്, ബീവിമാരുടെ അടുത്ത് പോകുന്ന ആളുകളുണ്ട്. ഈ പോകുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളാ. പരിശുദ്ധ റമദാനിൽ നോമ്പെടുത്തും കൊണ്ടാ പല തങ്ങന്മാരുടെ അടുത്തും പോയി ഇങ്ങനെ കാത്തു വെക്കുന്നത്. എന്തിനാ? ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അറിയോ അവർക്ക് എന്തെങ്കിലും രഹസ്യങ്ങൾ, മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ പറ്റുമോ? അങ്ങനെ പറ്റുന്ന ആരെങ്കിലും ഉണ്ടാവാൻ പാടുണ്ടോ? അള്ളാഹ് പറഞ്ഞ് പാടില്ല എന്നാ. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താ? അത് ഒരേ ഒരുത്തനേ ഉള്ളത് അള്ളാഹു മാത്രമാണ്. അള്ളാഹു പറയാ പരിശുദ്ധ ഖുർആനിൽ, സൂറത്ത് നംലില് അള്ളാഹു സുബ്ഹാനഹു തആല പറയാ, നബിയെ പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. ആകാശങ്ങളിലാവട്ടെ ഭൂമിയിലാവട്ടെ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ഒരുത്തനില്ലട്ടോ, അത് അള്ളാഹുവിന്റെ മാത്രം സിഫത്തിൽ പെട്ടതാ. ഇപ്പോ അടുത്ത് ഒരു ഉസ്താദ് ഒരു വാതിൽ പറയണത് ഇപ്പൊ ഞാൻ കേട്ടു, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരാള് ഓടി വന്നിട്ട്, ഒരു ഷെയ്ഖ് ഓടി വന്നിട്ട് പള്ളിയിൽ കയറി. ഇപ്പോഴല്ല, പഴയ കാലത്താണല്ലോ. കാരണം ഇന്നിപ്പോൾ അങ്ങനെ ഹൗലൊന്നും പുറത്ത് കാണൂല. പണ്ടൊക്കെ നമുക്ക് ഹൗലുള്ള ഒരു കാലം ഉണ്ടായിരുന്നു പുറത്ത്. അതിന് വളൂ ചെയ്യുക. ആ വളൂ ചെയ്യാനുള്ള വെള്ളം ഇയാളൊരു പാത്രമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ അടുത്തുള്ള പള്ളിയിലെ ആ അയൽവാസികൾക്ക് ഓടി വന്നിട്ട് ചോദിച്ചു, ഷെയ്ഖുന എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? വളൂ ചെയ്യാനുള്ള വെള്ളമല്ലേ? മിണ്ടാതിരിക്കടോ, മക്കത്തെ പള്ളിക്ക് തീ പിടിച്ചിങ്ങനെ ഞാനത് കെടുത്തുകയാണ്. നമ്മളെ ഹൗദിലെ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് മക്കത്തെ പള്ളിയിൽ തീ കെടുത്തുക. അപ്പൊ രണ്ട് കാര്യമാണ്. ഒന്ന്, മൂപ്പർക്ക് മക്കത്തെ പള്ളിയിൽ കത്തുന്നത് ഇവിടെ ഇരുന്ന് കണ്ടു. രണ്ട് ഇവിടുന്ന് ഒഴിച്ചാൽ തന്നെ വെള്ളം മക്കത്തേക്ക് എത്തും. അപ്പൊ ഇയാൾ ആരാ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നിന്ന് മദീനയിലേക്കൊന്ന് എത്തിക്കിട്ടാൻ പെട്ട പാട് എത്രയെന്നറിയോ? മക്കത്ത് നിന്ന് മദീനയിലേക്കൊന്ന് എത്തിക്കിട്ടാൻ പെട്ട പാട് കുറച്ചൊന്നുമല്ല. ആരാ? മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്റഫുൽ ഖൽഖാണ്, സയ്യിദുൽ അംബിയ ആണ്, സയ്യിദുൽ മുർസലീനാണ്, ഹബീബുള്ളയാണ്. എന്തെല്ലാം മഹത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹിക്കുള്ളത്. ആ മഹാപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ആ മക്കയിൽ നിന്ന് തൻ്റെ തലയെടുത്ത് കൊടുക്കുന്നവർക്ക് 100 ചുവന്ന ഒട്ടകം വിളംബരം ചെയ്തു. കൊല്ലാൻ ആളുകൾ പാറി നടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ അനുവാദപ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര റസൂലുള്ളാഹിക്ക് കുറച്ചൊന്നുമല്ല പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നാമത് റസൂലുള്ളാഹിക്ക് അറിയില്ല എങ്ങനെ മദീനത്തേക്ക് പോവാൻ. ആളുകളുടെ കണ്ണിൽ പെടാതെ പോകുന്ന വഴി റസൂലുള്ളാഹിക്ക് അറിയില്ല. കൂടെയുള്ളത് ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാ? ഒന്നാമത്തെ വലിയാണ് അല്ലേ? റസൂലുള്ളാഹിയുടെ സന്തത സഹചാരി, റസൂലുള്ളാഹിയുടെ എല്ലാമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ മഹാപ്രഭു, അദ്ദേഹത്തിനും അറിയില്ല മക്കത്ത് എങ്ങനെ മദീനത്തേക്ക് പോവാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറയേണ്ട, നബിയെ, സാധാരണ നിത്യസഞ്ചാരിയായ ഒരു മനുഷ്യനുണ്ട് മദീനയിലേക്ക് പോകുന്ന, അവനെല്ലാം ഇവിടുത്തെ ഊടുവഴികളും അറിയാം. അവനെ ഒന്ന് വിളിച്ചിട്ട് അവൻ നമുക്ക് വഴി കാണിച്ചു തരുന്ന പോലെ നമുക്കിങ്ങനെ പോയിക്കൂടെ എന്ന് ചോദിച്ചു റസൂലുള്ളാഹിനോട്. റസൂലുള്ളാഹി പറഞ്ഞു, കൂടെ കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞു. ആരാണത്? മുസ്ലിം പോലുമല്ലാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത്. അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. ആ മനുഷ്യനാണ് അവിടുത്തെ ഊടുവഴികൾ അറിയാം. ആർക്ക്? മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെ ഇങ്ങനെ ആ മക്കത്ത് ഇങ്ങനെ നിന്നും കൊണ്ട് മദീന വരെയുള്ള വഴി റസൂലുള്ളാഹിന്റെ കണ്ണിൽ ഇങ്ങനെ കണ്ടില്ല. എന്നിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് മക്കത്ത് തീ പിടിക്കണത് കണ്ടിട്ട് ഇവിടുന്ന് വെള്ളം ഒഴിച്ചിട്ട് അവിടെ കിടത്തുന്നത്. അങ്ങനെ ഒരു വിശ്വാസം പറയുന്നവൻ കദ്ദാബാണ്. അവൻ അള്ളാഹനെ മനസ്സിലായിട്ടില്ല. അവൻ ഈ മനുഷ്യരെ മുഴുവൻ പറ്റിക്കുക. എനിക്കെന്തോ ഒരു മഹത്വമുണ്ട് നീ പാവപ്പെട്ട ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തികഞ്ഞ തട്ടിപ്പുകാരനാണ്. ഈ തട്ടിപ്പ് ഇവരെടുത്ത് നന്നായിട്ട് ചെലവാകും. അങ്ങനെയാണ് കുറെ ആളുകൾ പെട്ടത്. എന്ത് കോമാളിത്തരം കാട്ടിയാലും അതൊക്കെ വലിയന്റെ ചില പരിപാടികളാണ്, കറാമത്താണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുനടന്നു കുറെ ആളുകൾ അങ്ങനത്തെ ആ തരത്തിലുള്ള. നിങ്ങളിവിടെ ഇരിക്കുക, ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കാം. അവിടെ ഇല്ല നിങ്ങളവിടെ ഇരിക്കുക. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കേൾക്കാം. ഇവിടെ ഇരിക്കുക, ക്ലാസ് കഴിഞ്ഞിട്ട് കേൾക്കാം. ഞാൻ ഇവിടെ ഉണ്ടാവും. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളവിടെ ഇരുന്നോളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര വളരെ പ്രയാസപ്പെട്ടിട്ടാണ് പോയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറേ മുമ്പിലിങ്ങനെ ഓടും, മുമ്പിലിങ്ങനെ നടക്കും. പെട്ടെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബാക്കിലേക്ക് ഇങ്ങനെ ഓടി വരും. അപ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെ 2-3 പ്രാവശ്യമായപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അബൂബക്കർ എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, നബിയേ, ഞാനിങ്ങനെ മുമ്പിലിങ്ങനെ നടക്കുമ്പോൾ എനിക്ക് പേടി, ബാക്കിലൂടെ ആരെയും വന്ന് നിങ്ങൾ അടിച്ചാളൂ. ഞാൻ ബാക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ വേജാറ്, മുമ്പിലൂടെ ആരെങ്കിലൊക്കെ വരുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആണ്ടും കൂടെ ഓടിക്കളിക്കുന്നത്. നോക്കി നിങ്ങൾ, ഇവർക്കൊന്നും ഒരു അദൃശ്യജ്ഞാനം, ഒരു ദൂരക്കാഴ്ച, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഉണ്ടാവാനും പാടില്ല. കാരണം എന്താ?
അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, നമ്മൾ തിരുത്തേണ്ടത് തിരുത്തുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾക്ക് ഇത് പെട്ടെന്ന് തിരുത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ റസൂലുള്ളാഹിനെ എതിർത്തത്. അവരുടെ വിശ്വാസങ്ങൾ ഇബ്രാഹിം നബിയോട് തേടാൻ പാടില്ല എന്നത് അവർക്ക് പെട്ടെന്ന് തിരുത്താൻ പറ്റിയില്ല. ഇസ്മായിൽ നബിയോട് ചോദിക്കാൻ പാടില്ല എന്നത് അവർക്ക് പെട്ടെന്ന് തിരുത്താൻ പറ്റിയില്ല. സമയമെടുത്തു. 13 വർഷം റസൂലുള്ളാഹി മക്കത്ത് ദഅവത്ത് നടത്തിയിട്ട് 200-ൽ താഴെ ആളുകളെ മാത്രമാണ് കിട്ടിയത്. 13 വർഷം ദഅവത്ത് ചെയ്തിട്ട് ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും റസൂലുള്ളാഹിയുടെ വാദത്തെ അംഗീകരിച്ചില്ല. കാരണം എന്താ? അവരുടെ ഹൃദയത്തിൽ സ്വാധീനമുണ്ടാക്കിയ ശിർക്ക് ഇബ്ലീസ് അവർക്ക് കൊടുത്തത് അവിടെ മുറുകെ പിടിച്ചു നിൽക്കുകയായിരുന്നു. അതിപ്പോഴും സംഭവിക്കും. ഇത് പെട്ടെന്ന് തിരുത്താൻ പറ്റൂല. ഇത് തിരുത്തണം. മറഞ്ഞ കാര്യങ്ങൾ ഒരുത്തനും അറിയാൻ പാടില്ല. അങ്ങനെ അറിയുന്ന ഒരുത്തനുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരും. ഒരാളെ കൊണ്ടുവന്നാൽ മതി, നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ അവിടെ പോയിക്കോളാം. മറഞ്ഞ കാര്യങ്ങൾ പറയാൻ പറ്റിയ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ പറയട്ടെ. 2014 200 ചില്ലറ ആളുകളുമായിട്ട് മലേഷ്യയിൽ നിന്ന് ഉയർന്നു പോയ ഒരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിൻ ഇന്ന് ഈ സമയം വരെ എവിടെയെന്ന് ഒരു മനുഷ്യന് പറയാൻ പറ്റിയിട്ടില്ല. വല്ല കണക്ക് നോക്കി പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? തങ്ങന്മാരുണ്ടോ? മുസ്ലിയാക്കന്മാരുണ്ടോ? ജ്യോത്സ്യന്മാരുണ്ടോ? പണിക്കന്മാരുണ്ടോ? ഇല്ല, ഉണ്ടാവാൻ പാടില്ല. എന്തേ? അത് അല്ലാഹ് രഹസ്യം അറിയുന്നവൻ അല്ലാഹ് മാത്ര. എന്തു സംഭവിച്ചു എന്ന് രഹസ്യം അറിയുന്ന അല്ലാഹ് മാത്ര. അത് നബിയോട് പറയാൻ പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫ് അതിന്റെ 188-ാമത്തെ വചനം, ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ളറ. നബിയെ പറയണം, പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ സ്വന്തം ശരീരത്തിന്, നബിയുടെ സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും ഒരു ഗുണമോ ദോഷമോ വരുത്തുവാൻ നബിയെ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും. നിങ്ങൾ ആദ്യം ജനങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ. അള്ളാഹുവിന്റെ ദൂതരായ പ്രവാചകനെ പറ്റി ജനങ്ങൾ അറിയട്ടെ. ഇത് പരിശുദ്ധ ഖുർആൻ അല്ലാഹ് ആയത്തായിട്ട് പറയാ, ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ളറ. ഒരു ദുരിതമോ ഒരു നിങ്ങൾക്ക് ഗുണകരമായിട്ടോ എന്തെങ്കിലും നിങ്ങൾ വിചാരിച്ചാൽ നടക്കൂല. പിന്നെയോ ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കണം. അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഒന്നും നടക്കൂല. എന്നിട്ട് പറയാണ്, വലൗ കുന്തു അഅലമുൽ ഗൈബ, എനിക്കെങ്ങാനും മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ലസ്തക്സറുതു മിനൽ ഖൈർ, എനിക്ക് ധാരാളം നന്മ വർദ്ധിപ്പിക്കാമായിരുന്നു. വമാ മസ്സനിയസൂ, എനിക്കൊരു ദുരിതവും ബാധിക്കുമായിരുന്നില്ല. അപ്പൊ നമ്മുടെ മൊത്തത്തിൽ മുസ്ലിം സഹോദരങ്ങളിൽ തന്നെ ധാരാളം ഈ ഒരു വിശ്വാസം കിടക്കുന്നുണ്ട്. എന്ത്? മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവരുണ്ട് എന്നത്. ആ വിശ്വാസം മാറ്റി മറഞ്ഞ കാര്യങ്ങൾ പറയാൻ ഒരുത്തനും കഴിയില്ല എന്ന വിശ്വാസം ഉണ്ടായാലേ മരിക്കുന്നതിന് മുമ്പ് അവന് അള്ളാഹുവിനെ കൃത്യമായിട്ട് ബോധ്യപ്പെടുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് മാത്രമൊന്നല്ല മറഞ്ഞ കാര്യം അറിയാം, നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആൾക്കാർക്കൊക്കെ അറിയാമെന്നാണെങ്കിൽ അവന്റെ ഈമാൻ അപകടത്തിലാണ്, ശരിയാവൂല. എത്ര കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ, എത്ര കാര്യങ്ങളുണ്ട്, ധാരാളം കാര്യങ്ങളുണ്ട്. ബദറിന്റെ അനുസ്മരണം നടക്കുന്ന, അതിന്റെ ചിന്തകൾ നടക്കുന്ന ദിവസങ്ങളിലാണല്ലോ നമ്മളുള്ളത്. മുഹമ്മദ് റസൂലുള്ളയും സ്വഹാബികളും 300 ചില്ലറ ആളുകൾ ബദറിൽ പോയിട്ട് കാത്തിരിക്കുകയാണ്. ആരെ? അബൂ സുഫിയാനെയും സംഘത്തെയും. അതിനെ വരുമ്പോൾ തടയാൻ വേണ്ടിയിട്ട്. അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാത്തിരുന്നിട്ടും ഇവരെ കാണാനില്ല. എന്നിട്ട് ഇവർക്ക് മനസ്സിലായോ? ഇല്ല, വരും തന്നെ വിചാരിച്ചിട്ടാണ് ഇരിക്കണത്. ആര്? റസൂലുള്ള അടക്കം 313 ഔലിയാക്കൾ. 313 ഔലിയാക്കളും റസൂലുള്ളയും അവിടെ ഇരിക്കുക ബദറിൽ. എന്തിന്? അബൂ സുഫിയാനും സംഘവും ഈ വഴി യാത്ര വരും തടയാൻ. അവര് വഴി മാറിയിട്ട് മക്കയിൽ എത്തിക്കണം. എന്നിട്ടും ഇവര് വിവരറിഞ്ഞിട്ടില്ല. എന്താ അറിയാൻ പറ്റൂല. അള്ളാഹു അറിയിച്ചു കൊടുത്താലും അറിയും. അല്ലാതെ നബിക്ക് സ്വന്തമായിട്ട് അങ്ങനെ അദൃശ്യജ്ഞാനത്തിലൂടെ അറിയുന്ന ഒരു പ്രവാചകനെ അള്ളാഹു ഒരൊറ്റ പ്രവാചകനെയും പരിചയപ്പെടുത്തി തന്നിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മുഴുവൻ പ്രവാചകന്മാരും അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ അറിയുമെന്ന് അള്ളാഹ് പറഞ്ഞു തന്നിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലേക്ക് കയറി വന്ന മലക്കുകൾ, ആ മലക്കുകൾ കയറി വരുമ്പോൾ തന്നെ സലാമുൻ അലൈക്കും, ഇബ്രാഹിം നബിക്ക് സലാം പറഞ്ഞിട്ടാണ് വരുന്നത്. അത് ഇബ്രാഹിം നബിക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം ഒരു മനുഷ്യൻ അങ്ങനെ പറഞ്ഞു വരാനില്ല. എല്ലാവരും ഇബ്രാഹിം നബിക്ക് എതിരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൽ എതിരാ എല്ലാവരും. അപ്പൊ സലാം പറഞ്ഞു വന്ന ആളുകൾ, പടച്ചോനെ എനിക്ക് പറ്റിയ ആളുകളാണല്ലോ. സന്തോഷം, അതിരുവിട്ട സന്തോഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനുണ്ട്. കാരണം എന്താ? അതിനങ്ങനെയുള്ളോ, ഞമ്മക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ കണ്ട് വരിക എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അവരെ ഇരുത്തി അവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്നാ പറയണത്. പക്ഷെ ആ ഭക്ഷണം അവർ കഴിക്കണില്ല. അപ്പൊ ഇബ്രാഹിം നബി ചോദിക്കുക, എന്താ നിങ്ങൾ ഞാൻ തന്ന ഭക്ഷണം കഴിക്കാത്തത്? അപ്പോഴാ പറഞ്ഞത്, ഞങ്ങൾ മനുഷ്യരൂപത്തിൽ അള്ളാഹു ഇങ്ങോട്ട് അയച്ച മലക്കുകളാ, ഞങ്ങൾ ഭക്ഷണം കഴിക്കൂല. ഇബ്രാഹിം നബിക്ക് മനസ്സിലായോ ഈ വന്ന് മലക്കുകളാണെന്ന്? ഇല്ല. മാത്രമല്ല, എന്തിനാ മലക്കുകൾ വന്ന ഉദ്ദേശം കുറേ ഉണ്ട്.
ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്, വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഈ തരത്തിൽ മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്ന വിശ്വാസത്തിൽ നമ്മുടെ ഉമ്മത്തിനെ ധാരാളം ആളുകൾ പറ്റിക്കുന്നുണ്ട്. എന്താ കാസർഗോഡ് അബ്ദുൽ ഗഫൂർ ഹാജിക്ക് അയാളെ കൊല്ലാനുണ്ടായ കാരണം എന്താ? എന്തുകൊണ്ടാ? മറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് 596 പവൻ സ്വർണമാണ് ജിന്നിൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ മേടിച്ചു വെച്ചത്. 596 പവൻ സ്വർണം. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇത് ഇരട്ടിപ്പിച്ചു തരാം. കാരണം എന്താ? എനിക്ക് എൻ്റെ അടുത്ത് ജിന്നുണ്ട്, ആ ജിന്നിനെ വെച്ച് ജിന്ന് ഇതിങ്ങനെ ഇരട്ടിപ്പിച്ച് തരും, നിങ്ങൾക്ക് തരാറുണ്ട്. അബ്ദുൽ ഗഫൂർ ഹാജി നല്ലൊരു ബിസിനസ്സുകാരനാണ്. ഒരു ബിസിനസ്സുകാരൻ ആവറേജ് ബുദ്ധി ഉണ്ടാവുമല്ലോ. ഒരു സ്ത്രീൻ്റെ അടുത്ത് ഇത്രയും സ്വർണം കൊടുത്തത് ഇരട്ടിപ്പിക്കുകയാണെങ്കിൽ എന്തിനാ നമ്മളെ നാട്ടിൽ ഈ ജ്വല്ലറികളൊക്കെ ഇങ്ങനെ തുറന്നിരിക്കണത്? ഈ ടാക്സൊക്കെ കൊടുത്തിട്ട് ആ സ്വർണ്ണക്ക് ഇതേപോലത്തെ 1-2 മുതലുകളെടുത്ത് കൊടുത്തിട്ട് ഇരട്ടിപ്പിച്ചിട്ട് കൈകാര്യം ചെയ്താൽ പോരെ? ആ ഒരു ചിന്തയെങ്കിലും വേണ്ടേ? ഇദ്ദേഹം 596 പവൻ കൊടുത്തത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വർണ്ണമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിൽ നിന്ന്, പല കുടുംബങ്ങളിൽ നിന്നും 40-ഉം 30-ഒക്കെ ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്. തരട്ടോ, നല്ല വിശ്വസ്തനായിരുന്നു, കുടുംബത്തിൽ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ചെറിയൊരു റിലേഷൻ എനിക്കും ഉണ്ട്. അതുകൊണ്ട് പറയാ, ചോദിച്ചവരൊക്കെ കൊടുത്തു. 30 കൊടുത്തവരുണ്ട്, 40 കൊടുത്തവരുണ്ട്, പലവും കൊടുത്തവരുണ്ട്. ഇതൊന്നും കിട്ടാതായപ്പോഴാണ് ചോദിക്കുന്നത് എവിടെ നമ്മളെ സ്വർണ്ണമെന്ന്. അവസാനം ജിന്നുമ്മയെ വിളിച്ച് ചോദിച്ചു എവിടെ. അവ പറഞ്ഞു ഇന്ന ദിവസം അങ്ങോട്ട് വരാം, വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞയച്ചാളി, കാരണം ജിന്നിനെ കണ്ട ഓർക്കൊക്കെ പേടിയാവും, നിങ്ങൾ മാത്രം കണ്ടാൽ മതി. അവരിങ്ങോട്ട് കയറി വന്ന് ആ പാവത്തിനെ ആ വീട്ടിൽ വെച്ച് കൊന്നു. എന്നിട്ടും അറിഞ്ഞോ ആരെങ്കിലും കൊന്നതാണെന്ന്? ഇല്ല. അവസാനം ഈ സ്വർണം 596 പവൻ സ്വർണം എവിടെ എന്ന അന്വേഷണമാണ് ഇത് കൊലപാതകമാണ് എന്നതിലേക്ക് പോയത്. സഹോദരങ്ങളെ, ഇങ്ങനൊരു വിശ്വാസം ഈ ദുനിയാവിൽ ഇനി ഒരാൾക്കും ജിന്നിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഈ ദുനിയാവിൽ ഒരു മനുഷ്യനും ജിന്നിനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഏതെങ്കിലും ജിന്നുപ്പന്മാരുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നവർ തികഞ്ഞ കള്ളന്മാരാണ്, കെദ്ദാബുകളാണ്. കാരണം എന്താ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഒരാൾക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതാർക്കാ? അത് സുലൈമാൻ നബി അലൈഹിസ്സലാമിനും മാത്രമാണ്. ഇനി ഈ ദുനിയാവിൽ ആർക്കും ആ ജിന്നുകളെ കൊണ്ട് എന്തെങ്കിലും പണിയെടുപ്പിക്കാനോ എന്തെങ്കിലും ചെയ്യിക്കാനോ ഈ ദുനിയാവിൽ ഒരു മനുഷ്യനും സാധിക്കൂല. അങ്ങനെ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അവൻ അല്ലാഹുവിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഈ പരിശുദ്ധ ഖുർആനിനെ അവൻ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടില്ല. ഖുർആൻ അറിഞ്ഞാൽ സുലൈമാൻ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് പറയുന്നുണ്ട്, അല്ലാഹ് നീ എനിക്ക് തന്ന ഈ നിഅമത്തുകൾ മറ്റൊരാൾക്കും കൊടുക്കരുത് കേട്ടോ. അല്ലാഹ് കൊടുത്തിട്ടുമില്ല. കാറ്റിനെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, പക്ഷികളെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവരുടെ സംസാരങ്ങൾ സുലൈമാൻ നബിക്ക് പറയാനും അവർ പറയുന്നത് മനസ്സിലാക്കാനും കഴിവല്ല കൊടുത്തിട്ടുണ്ട്. ഉറുമ്പിന്റെ സംസാരം സുലൈമാൻ നബി കേട്ടിട്ടുണ്ട്. അങ്ങനെ സുലൈമാൻ നബിക്ക് ധാരാളം നിഅമത്ത് കൊടുത്തു. ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി എനിക്ക് എൻ്റെ റബ്ബ് ധാരാളം നിഅമത്തുകൾ ഫദ്ലുകൾ തന്നു എന്ന് പറഞ്ഞു. ഇനി ദുനിയാവിൽ ഖിയാമത്ത് നാൾ വരെ ഒരു മനുഷ്യനും ഒരു ജിന്നിനെ കീഴ്പ്പെടുത്തി അവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ പറ്റുമെന്ന് പറയുന്നത് പാടില്ല. അങ്ങനെ സംഭവിക്കൂല. പറയുന്നവർ തികഞ്ഞ കള്ളന്മാരും കദ്ദാബുകളുമാണ്. അങ്ങനെ മനസ്സിലാക്കണം. അപ്പോഴേ ഈമാൻ ശരിയാവുള്ളൂ. അല്ല സുലൈമാൻ നബിക്ക് അള്ളാഹ് കൊടുത്തു, അതേമാതിരി ഇവിടെ പല ആൾക്കാർക്കും അള്ളാഹ് അങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ സുലൈമാൻ നബിക്ക് കൊടുത്തൊരു മുഅ്ജിസത്തിന് എന്ത് ഫലമാണുള്ളത്, എന്ത് പ്രത്യേകതയാണുള്ളത്? മുഅ്ജിസത്താണ് സുലൈമാൻ നബിക്ക് കൊടുത്തത്, വെറുതെ കൊടുത്തതല്ല. സുലൈമാൻ നബി ഇങ്ങനെ വിചാരിക്കുമ്പോൾ കണ്ട് ജിന്നുകളെ കൊടുത്തതുമല്ല, മുഅ്ജിസത്താ. അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തതാ ജിന്നുകളെ. അത് സുലൈമാൻ നബിക്ക് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അദ്ദേഹം ദീർഘമായിട്ട് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പിശാചിന്റെ വസ്വാസ് ഇങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് തോന്നുമ്പോൾ റസൂലുള്ളാഹി പറയാ, ആ പിശാചെങ്ങാനും എൻ്റെ കയ്യിൽ പിടിച്ച് കെട്ടാൻ പറ്റുന്ന തരത്തിൽ എനിക്ക് കാണുകയാണെങ്കിൽ ഞാൻ കെട്ടുമായിരുന്നു, പക്ഷെ എനിക്കതിന് പറ്റൂലല്ലോ. എൻ്റെ അഹു, എൻ്റെ സഹോദരൻ സുലൈമാൻ അള്ളാഹുവിനോട് ചോദിച്ചു മേടിച്ചതാണത്, ഇനി ഒരാൾക്കും കൊടുക്കരുത്, അതുകൊണ്ട് എനിക്ക് പോലും കിട്ടിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് ഖുർആൻ ഓതി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ സദസ്സിൽ ഒരു കൂട്ടം ജിന്നുകൾ വന്നിരുന്നു. ഒരു കൂട്ടം ജിന്നുകൾ, ഒന്നും രണ്ടും അല്ല. അത് റസൂലുള്ളാഹി കണ്ടില്ല. എന്തേ? റസൂലുള്ളാഹിക്ക് കാണാൻ പറ്റൂല ജിന്നുകളെ. അള്ളാഹ് പറഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റൂല വരെ. അതിൽ റസൂലുള്ളാഹിയും പെട്ടു. മനുഷ്യരെ, നിങ്ങൾക്ക് ആ ജിന്നുകളെ കാണാൻ പറ്റൂല, എന്നാൽ അവർ നിങ്ങളെ കാണും. ഈ വിശ്വാസമാണ് അള്ളാഹുവിനെ അറിയേണ്ടുന്ന വിശ്വാസം. അല്ലാണ്ട് ഇവിടെ നടക്കുന്ന പല ആൾക്കാരും ഇങ്ങനെ ജിന്നുകളായിട്ട് നടക്കുന്നുണ്ട്, ജിന്ന് ചികിത്സയായിട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമികമല്ല. അങ്ങനെ ജിന്നുകളുണ്ട്, അവരവരുടെ ലോകത്താ, അവരെ നമുക്ക് കാണാൻ കഴിയില്ല. അതോടുകൂടി കഴിഞ്ഞു. ഇനി അതിന്റെ മേലെ വേറെ റിസർച്ച് ഇല്ല, ഒരു പഠനമില്ല, അതൊരു സാധ്യവുമല്ല. റസൂലുള്ളാഹിക്ക് വരെ താൻ എടുക്കുന്ന ആള് സ്വഹാബിമാർക്ക് ഖുർആൻ പറഞ്ഞു കൊടുക്കുന്ന സദസ്സിൽ
ജിന്നുകൾ വന്നിരുന്നു എന്നത് അള്ളാഹ് പിന്നെ ആയത്തിലൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നബിയേ, നിങ്ങൾ സഹോദരങ്ങൾക്ക് ഖുർആനിന്റെ ആയത്തുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഒരു കൂട്ടം ജിന്നുകൾ ഉണ്ടായിരുന്നു. സൂറത്ത് ജിന്നിന് തന്നെ തുടങ്ങുന്നത് ആയത്ത് തുടങ്ങിയിട്ടാ. അവർ നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓതിക്കൊടുത്ത ആയത്തുകളുമായി ജിന്നുകളുടെ സമൂഹത്തിലേക്ക് പോയി അവർക്കത് പറഞ്ഞു കൊടുത്തു. ഇതൊരു വല്ലാത്ത അത്ഭുതം നിറഞ്ഞ വചനങ്ങളാണ് എന്നവർ അവിടെ സംസാരിക്കുന്നുണ്ട് എന്ന് അള്ളാഹ് വഹയിലൂടെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് റസൂലുള്ളാഹി സ്വഹാബികളോട് പറഞ്ഞത്, എൻ്റെ സദസ്സിൽ ജിന്നുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ആകെ എവിടെ വേണമെങ്കിലും ഇതൊക്കെ കിട്ടുന്ന, ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആളുകളുടെ ധനത്തെ ചൂഷണം ചെയ്യുന്ന, ഈമാനിനെ ചൂഷണം ചെയ്യുന്ന വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, മുഅ്മിനായി ജീവിക്കുന്ന നമ്മൾ, അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന നമ്മൾ, അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുന്ന നമ്മൾ, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന നമ്മൾ, നമ്മുടെ ഈ പ്രാർത്ഥനകളും സ്വലാത്തുകളും ദിക്റുകളും അള്ളാഹു കബൂലാക്കണമെങ്കിൽ ഈമാന് ശരിപ്പെട്ടല്ലാതെ, ആ റബ്ബിനെ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്തല്ലാതെ ഈ പ്രവർത്തനങ്ങളൊന്നും അള്ളാഹ് സ്വീകരിക്കൂല, അള്ളാഹ് നമ്മളൊന്നും കബൂലാക്കൂല. അതുകൊണ്ട് കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന മറഞ്ഞ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരുത്തനും ഈ ദുനിയാവിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി അഥവാ ഒരാൾ പറഞ്ഞാൽ അത് മറഞ്ഞ കാര്യമില്ല, ഓനെന്തോ തട്ടിപ്പിൽ ചെയ്ത പരിപാടിയാണെന്ന് മനസ്സിലാക്കണം. മറഞ്ഞ കാര്യം പറയാൻ പറ്റില്ല. ധാരാളം തെളിവുകളുണ്ട്, ഇഷ്ടം പോലെ. നമ്മുടെ നാട്ടിൽ തന്നെ എൻ്റെ ചെറുപ്പകാലത്താ, അവൻ പഠിക്കുന്ന സമയത്ത്, എൻ്റെ ഓർമ്മ 9ാം ക്ലാസ്സൊക്കെ ആയിരിക്കും, ആ സമയത്താ സുകുമാരക്കുറുപ്പ് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ കൊന്ന് ഈ കുറുപ്പിൻ്റെ സ്വന്തം കാറിലിട്ട്, അംബാസഡർ കാറിലിട്ട് തീ കൊടുത്ത് കത്തിച്ചു. എന്നിട്ട് എന്താ കേസ് കൊടുത്ത്? സുകുമാരക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ വാഹനം തീ പിടിച്ചു കത്തി. എന്തിനാ ചെയ്തത്? നമുക്കറിയാം, ആ കാലത്ത് അദ്ദേഹം ചെയ്ത ഇൻഷുറൻസ് പോളിസിന്ന് 2 ലക്ഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് അത്രയുണ്ടോയെന്നും അറിയില്ല. 2 ലക്ഷം ഉറുപ്പ്യ ഈ പോളിസി ഇൻഷുറൻസ് കിട്ടണം, അതിനു വേണ്ടി ചെയ്തതാ. പക്ഷേ ഇൻഷുറൻസുകാർ നന്നായിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ സുകുമാരക്കുറുപ്പിൻ്റെ പിന്നെ നീളവും ഈ മരിച്ചു കിടക്കുന്ന ആളുടെ നീളവും കൂടി വ്യത്യാസമുണ്ട്. ജഡത്തിൽ വലുപ്പ വ്യത്യാസം കണ്ടു. ബോഡി സുകുമാരക്കുറുപ്പിൻ്റെതല്ല എന്ന് ഉറപ്പുവരുത്തി. അന്ന് മുങ്ങിയതാ കുറുപ്പ്. കേരളത്തിൻ്റെ പോലീസിനെ വെട്ടിച്ചിട്ട് ഇന്ന് വരെ ആ സുകുമാരക്കുറുപ്പ് എവിടെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരുത്തനും ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയും. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ, അദ്ദേഹമാണല്ലോ ഇന്ന് സംസ്ഥയുടെ ഉന്നതനായ നേതാവ്. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കഴിഞ്ഞ വർഷമാണ് ഒരാൾ ടെലിഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞത്, തങ്ങളെ, നിങ്ങളെ പോക്ക് ശരിയല്ല, അതുകൊണ്ട് ഈ പോക്കാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CM അബ്ദുള്ള മുസ്ലിയാർക്ക് ഉണ്ടായ അനുഭവം ഉണ്ടാവട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് ഫോൺ ചെയ്തത്. അപ്പം എന്താ CM അബ്ദുള്ള മുസ്ലിയാർക്ക് ഉണ്ടായ അനുഭവം എന്താ? അദ്ദേഹം കാസർഗോട്ടുകാരനാണ്, ചെമ്പിരിക്കാരനാണ്, ചെമ്പിരിക്ക കാളിയാണ്, 100ഓളം മഹലിലെ കാളിയാ CM അബ്ദുള്ള മുസ്ലിയാർ. ഈ അബ്ദുള്ള മുസ്ലിയാർക്ക് ഉണ്ടായ അനുഭവം എന്താ? അദ്ദേഹത്തിന്റെ മയ്യത്ത് കിട്ടിയത് കടലിൽ നിന്നാണ്. അബ്ദുള്ള മുസ്ലിയാർ ആരോ കൊന്നിട്ട് കടലിൽ കൊണ്ടിട്ടു. അപ്പൊ നിങ്ങൾ ഇതേമാതിരി കൊണ്ടിടുന്നാണ് വിളിച്ച ആൾ ഫോൺ ചെയ്തത്. ആ പ്രശ്നമായി, ആ പ്രശ്നമാകെ ആളുകളിലേക്ക് അറിഞ്ഞു. പത്രമാധ്യമങ്ങളിൽ നിന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിളിച്ചു, തങ്ങളെ ആരാ നിങ്ങളെ വധഭീഷണിയൊക്കെ മുഴക്കി, ഫ്ലാഷ് ന്യൂസ് വന്നു, ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് വധഭീഷണി. തങ്ങൾ പറഞ്ഞു എനിക്കറിയില്ല, ആരെ വിളിച്ചതെന്ന് എനിക്കറിയില്ല. എന്താ അറിയാതെ പോയത്? അറിയാൻ പാടില്ല, അറിയില്ല എന്ന് പറഞ്ഞതാണ് സത്യം. അതൊക്കെ എനിക്ക് അറിയാന്ന് പറഞ്ഞാൽ കളവാണ്, അറിയില്ല. അപ്പൊ ഈ വിളിച്ച പത്രക്കാർ പറഞ്ഞു, തങ്ങളെ നിങ്ങളെ ഫോണിലേക്ക് വിളിച്ച ആളുടെ നമ്പർ ഉണ്ടോ? ആ നമ്പർ തരൂ, ഞങ്ങൾ പിടിച്ച ഒരാളെ. അപ്പൊ തങ്ങൾ പറഞ്ഞു, വാപ്പേ അതൊക്കെ ഞങ്ങൾ നോക്കിയിരിക്കണ്, അതൊരു അസലില്ലാത്ത നമ്പറാ, ഏതോ ഇന്റർനെറ്റിൽ നിന്ന് വിളിച്ചതാ, ഓന്റെ ഒരു അഡ്രസ്സും അതിന് കിട്ടണില്ല. കിട്ടാൻ പറ്റുന്ന മാർഗമൊക്കെ തങ്ങൾ നോക്കി, വേറൊരു മാർഗം നോക്കാനില്ല. ഈ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്ത മനുഷ്യൻ ആരെന്ന് ഇന്ന് വരെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടില്ല. മാത്രവുമല്ല, CM അബ്ദുള്ള മുസ്ലിയാർ ചെമ്പരിക്ക ഖാളിയായിരുന്ന അദ്ദേഹത്തിന് 90 വയസ്സിനോടടുത്ത് പ്രായം നിൽക്കുന്ന സമയത്ത് ആ പാവം ഉസ്താദിനെ കൊന്ന് കടലിൽ കൊണ്ടുപോയിട്ട ആ കൊലപാതകി ആരാണെന്ന് പറയാൻ സമസ്തയിലെ ഒരൊറ്റ തങ്ങന്മാർക്കും ഇന്ന് വരെ സാധിച്ചിട്ടില്ല. 13 വർഷമായി ആ കേസ് നടക്കുക. 13 വർഷം കഴിഞ്ഞു. കാസർഗോഡ് ഇന്നും അതിൻ്റെ ഒരു സമരപ്പന്തൽ ഉണ്ട് അവിടെ എന്നാണ് എൻ്റെ ഓർമ്മ. ആ പന്തൽ പൊളിച്ചിട്ടുണ്ടാവില്ല. ആ കൊലപാതകയെ കണ്ടെടുത്തണം എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യുന്നുണ്ട് മുസ്ലിയാക്കന്മാരവിടെ. ഏതെങ്കിലും ഒരു തങ്ങളപ്പാപ്പാൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ പോരെ, ആരപ്പാപ്പ നമ്മളെ ചെമ്പരിക്കാതിനെ കൊന്നിട്ടുണ്ടാവുക? എന്ത് ചോദിക്കാത്തത്? എന്താ മറുപടി വരാത്തത്? അവനവന്റെ അനുഭവങ്ങൾ വരുമ്പോ മറഞ്ഞ കാര്യങ്ങൾ ആർക്കും അറിയില്ല. അല്ലെങ്കിലോ പാത്തും താത്താന്റെ ആടിനെ കാടാനില്ല എന്നുണ്ടെങ്കിൽ 3 മാസത്തിനുള്ളിൽ കിട്ടുട്ടോ, ഒരു 500 റുപ്യ അവിടെ ഇങ്ങോട്ട് പോയിക്കോന്ന് പറയും. പോയ ആടും പോയി, കൊടുത്ത 500ഉം പോയി. 2 കോഴിക്കളെ മേടിക്കുകയാണെന്നെങ്കിൽ 4 മുട്ട കിട്ടിയിരുന്നു, ഈ കൊടുത്ത 500. ഇതാണ് അവസ്ഥ. കാണാതായ ചെയിന് അത് ചോദിക്കാൻ എത്ര ആൾക്കാരുടെ അടുത്താ പോകണത്? നമ്മളെ ഉമ്മമാർ, നമ്മളെ ഉപ്പമാർ. സഹോദരങ്ങളെ എവിടുന്ന് കിട്ടും?
നിങ്ങളുടെ ഈ പോയ വസ്തു എവിടെ കിടക്കുന്നെന്ന് ഒരുപാട് ദൂരം ഇരിക്കുന്ന ഒരു മനുഷ്യൻ അത് അവിടെ ഇരുന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവനക്ക് എന്ത് വേണം? ഗൈബ് അറിയണം. ഗൈബ് അള്ളാഹ്ക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. അതാണ് ദീൻ, അതാണ് ഖുർആൻ. അപ്പോഴേ നമുക്ക് അള്ളാഹുവിന്റെ മഹത്വം അറിയുള്ളൂ. സഹോദരങ്ങളെ, അതുപോലെ തന്നെയാണ് മരണപ്പെട്ടു പോയ മഹാന്മാർ, ഖബറിടങ്ങളിൽ കഴിയുന്ന ആളുകൾ. അവർ നമ്മളുടെ പ്രശ്നങ്ങൾ കേൾക്കുമെന്നും അവർ നമ്മളെ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ ഖബറിൻ്റെ അടുത്ത് ചെന്ന് ജാറങ്ങളിൽ ചെന്നിട്ട് സഹായം തേടുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട്. എന്തെല്ലാം പാട്ടുകളാണ്, വെയ്ത്തുകളാണ്. ഞങ്ങളെ നോക്കണം മടവൂരേ, ഞങ്ങളെ കാക്കണം ശൈഖോരേ, ഉങ്ങളെ തുണയല്ലാത്തൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ, ഹയ്യെന്നവരുടെ ഹുബ്ബിലലിഞ്ഞ് ഹല്ലാജിനും ഫൗക്കിലായവരെ. എന്തൊക്കെ ഇപ്പൊ പറഞ്ഞത്? ഞങ്ങളെ കാക്കണം, ഞങ്ങളെ നോക്കണം. ആര്? മടവൂര് മറ ചെയ്യപ്പെട്ട് കിടക്കുന്ന ആ മനുഷ്യൻ ഈ വിളിക്കുന്ന ആൾക്കാരെ കാക്കണം, അവരെ നോക്കണം. നിങ്ങളെ തുണ ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു തണലും ഇല്ല. ആരാണ് നമ്മുടെ തുണ? ഞാൻ ഓതി വെച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിലെ 45-ാമത്തെ വചനമാണ്. വല്ലാഹു അഅലമു ബിഅദാഇകും വകഫാ ബില്ലാഹി വലിയൻ വകഫാ ബില്ലാഹി നസീറാ. അല്ലാഹു നിങ്ങളുടെ എല്ലാ ശത്രുക്കളെ കുറിച്ചും കൃത്യമായിട്ട് അറിയുന്നവൻ അല്ലാഹ് മാത്രമാണ്. വകഫാ ബില്ലാഹി വലിയ, നിനക്കൊരു വലിയായിട്ടൊരു സഹായിയായിട്ട് അല്ലാഹ് മതി. അല്ലാഹ് പറയാ അല്ലാഹ് മതി. വകഫ, അവൻ മതി. വകഫാ ബില്ലാഹി നസീറാ, നിന്റെ സംരക്ഷണത്തിനും അല്ലാഹ് മതി. ആ റബ്ബിനോട് ചോദിക്കേണ്ടുന്ന കാര്യങ്ങളാ പലപ്പോഴും ഈ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ചോദിക്കുന്നവർ വിചാരിക്കുന്നത് അവരത് കേൾക്കുമെന്നാണ്, അവരതിന് ഉത്തരം ചെയ്യുമെന്നാണ്. ആ വിശ്വാസം തന്നെ ശിർക്കാണ്. അവർ കേൾക്കൂല. അല്ലാഹ് പറയാ ഇന്നക ലാ തുസ്മിഉൽ മൗതാ, മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്ക് കഴിയൂല. അല്ലാഹ് പറയാ മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല. നമ്മൾ പറയാം മരിച്ചവരെ കേൾക്കുള്ളൂ. മോരടുത്ത് എന്ന് പറഞ്ഞാൽ ഓരിതിനൊക്കെ പരിഹാരമാണ്. അല്ലാഹ് പറയാണ് അംവാത്തുൻ, അവർ മരിച്ചവരാണ്. ഗൈറു അഹ്യാഇൻ, അവർക്ക് ജീവനില്ലാത്തവരാണ്. എത്ര കൃത്യമായിട്ട് അല്ലാഹ് പറഞ്ഞേർന്ന്. ആ കുഴിമാടങ്ങളിൽ കിടക്കുന്ന ആളുകൾ എന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളെ എന്ന് സംഭവിക്കും എന്നതുപോലും അവർക്കറിയില്ല എന്ന് അല്ലാഹ് പറഞ്ഞുതരാ. അവരാ കിടക്കുന്ന കിടപ്പിൽ നിന്ന് എന്ന് പുറത്തോട്ട് വരുമെന്ന് പോലും അവർക്കറിയില്ല. അത് അവരെ ആഭ്യന്തര കാര്യമാണ്, അതുപോലും അവർക്കറിയില്ല. പിന്നെ നമ്മളെ കാര്യം അവർക്കറിയാം? അറിയോ? അറിയില്ല. സഹോദരങ്ങളെ, അങ്ങനെ ഒരു വിശ്വാസം ഈ പരിശുദ്ധ റമദാനിൽ പോലും നോമ്പെടുത്തുകൊണ്ട് ഖബർ സിയാറത്ത് എന്ന പേരിൽ പല ദർഗകളിലേക്കും പോകുന്ന സഹോദരങ്ങളുണ്ട്. നസീഹത്തോടുകൂടി പറയാണ്, അള്ളാഹുവിനോടുള്ള ഭയപ്പാടോടുകൂടി പറയാണ്, ആ സിയാറത്ത് നിങ്ങൾക്ക് സുന്നത്താക്കാനും പറ്റും, ആ സിയാറത്ത് നിങ്ങൾക്ക് ഷിർക്കാക്കാനും പറ്റും. സുന്നത്തായ സിയാറത്തിൻ്റെ ഖബറുകൾ സിയാറത്ത് ചെയ്യാം. അള്ളാഹുവിൻ്റെ റസൂൽ അനുവദിച്ചു തന്നിട്ടുണ്ട്. എന്തിനാ? ആ ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങളുടെ മരണത്തെ നിങ്ങൾക്ക് ഓർക്കാൻ. ഈ ഭൂമിയിലൂടെ നമ്മളെപ്പോലെ നടന്ന ആളുകളാ, അവരിപ്പോൾ ഖബറില. ഇതുപോലെ നടക്കുന്ന നീയും ഈ ഖബറിലേക്ക് വരും. അതുകൊണ്ട് നിനക്ക് മരണത്തെ ഓർക്കാൻ ആ ഖബർ കിടക്കുന്നവർക്ക് പടച്ചോനെ നീ പുറത്തു കൊടുക്കണം കേട്ടോ, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അത് റസൂൽ നമുക്ക് അനുവദിച്ചു തന്നതാ. ഖബറിൽ കിടക്കുന്നവരോട് ഞങ്ങൾ ഇങ്ങോട്ട് സഹായിക്കണേ എന്ന് ചോദിക്കൽ ഷിർക്കാണ്, എണ്ണം വെച്ച ഷിർക്ക. അതായിരുന്നു മക്കയിൽ റസൂലുള്ളാഹിയുടെ മുമ്പിലുള്ള ജനതയുടെ ഏറ്റവും വലിയ പ്രശ്നം. അതാ, അതൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹിനോട് മാത്രം പറയാന്നുള്ള അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ റസൂലുള്ളാഹിനെ ഓടിച്ചത്, കൊല്ലാൻ നിന്നത്, തകർക്കാൻ നോക്കിയത്. പക്ഷേ അതൊക്കെയും അവരുടെ എല്ലാ കുതന്ത്രങ്ങളും തകർന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ കൊണ്ട് ആളുകൾക്ക് അവർക്ക് ഈമാനുണ്ടായി, അവർ മുസ്ലിങ്ങളായതിനു ശേഷം അവർ പിന്നെ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരോട് അവർ തേടിയിട്ടില്ല, പാടിയിട്ടില്ല. നോക്കൂ, ഇപ്പോൾ നമ്മൾ റമദാനിൻ്റെ അതിൻ്റെ 16-17 ദിവസങ്ങളൊക്കെ ലോക മുസ്ലിങ്ങളുടെ ഇസ്സത്തിന്റെ ദിവസമാണ്. യൗമുൽ ഫുർഖാനാണ്, സത്യാസത്യ വിവേചനം അവിടെ കൃത്യമായിട്ട് വേർതിരിഞ്ഞ ദിവസമാണ് ബദറിൽ. ആ ബദറിന്റെ ദിവസത്തിൽ പോലും നമ്മുടെ സഹോദരന്മാർ പല ആളുകളും പാടുന്ന പാട്ടുകൾ യാ മംബിഹി ഹല്ലറദ വമംബിഹമ്മിൻ നകിദ ഖുൽ നാദിയൻ മുസ്തൻജിദ യാ അഹ്ല ബദറുശ്ശുഹദാ. ഞങ്ങൾക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, രോഗങ്ങളുണ്ട്, കടങ്ങളുണ്ട്, ഒരുപാടാണ് ഞങ്ങളുടെ ഹമ്മ്. അതുകൊണ്ട് ഇതിനൊക്കെ ഞങ്ങൾക്ക് പരിഹാരം വേണം. ആര്? ആ ബദറിൽ ഷഹീദായവരെ, നിങ്ങളിൽ നിന്ന് പരിഹാരം വേണം.
നോമ്പ് നോറ്റും കൊണ്ട് അത് പാടുക. ബദറിന്റെ ചരിത്രത്തിൽ മൃഗങ്ങളെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സത്യമാണ്. ബദറിന്റെ ചരിത്രത്തിൽ ആ ബദർ നടന്ന സ്ഥലത്ത് തന്നെ മൃഗങ്ങളെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ബദറിന്റെ അനുസ്മരണം വരുമ്പോൾ നമ്മക്കും മൃഗങ്ങളെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ? അറുത്തിട്ടുണ്ട്, മൃഗത്തെ അറുത്തിട്ടുണ്ട്, നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ ആരാ? അതാണ് ചോദിക്കേണ്ടത്. ആരാ അറുത്തത്? മുശ്രിക്കുകളാണ് അറുത്തത്. റസൂലുള്ളാഹിന്റെ ഭാഗത്തുള്ളവർക്ക് ഒരു ആടിനും കൂടി അറക്കാനുള്ള വകുപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല, ഒരിടത്തില്ല. ഒരങ്ങനെ പോയത് തന്നെ വളരെ പട്ടിണിയിലായിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബദറിലേക്ക് പുറപ്പെട്ട ആ സ്വഹാബിമാർക്ക് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് പ്രാർത്ഥിച്ച 3 പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയെങ്കിലും നമ്മുടെ മുസ്ലിം ഉമ്മത്തൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഈ ബദരീങ്ങളെ വിളിച്ച് തേടുന്ന ഈ അപകടകരമായിട്ടുള്ള ബദരീങ്ങളോട് തന്നെ തേടുക. ബദരീങ്ങൾ എന്തിനാ ബദരീങ്ങളായത്? ഞങ്ങൾ അള്ളാഹിനോട് മാത്രമേ തേടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ പ്രഖ്യാപിച്ചവരോട് നമ്മൾ പറയാ, നിങ്ങൾ നമ്മൾക്കൊന്ന് സഹായിക്കണം കേട്ടോ, നിങ്ങളെ അല്ലാണ് പ്രതീക്ഷ കേട്ടോ. ബദറിലേക്ക് പുറപ്പെടുന്ന ദിവസം മുഹമ്മദ് റസൂലുള്ളാഹി ബദരീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച 3 പ്രാർത്ഥന ഉണ്ട്. ഈ പ്രാർത്ഥന മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി, എല്ലാ സംശയവും പോകും. ആ റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നഹും ഹഫാത്തുൻ, അല്ലാഹുവേ എൻ്റെ കൂടെയുള്ളവർ, ഇവരുടെ കാലുകൾക്ക് ധരിക്കുവാൻ അവർക്ക് ചെരുപ്പില്ലല്ലാ, പാദരക്ഷയില്ലല്ലാ, നഗ്നപാദരാണല്ലാ, അവരുടെ കാലുകൾക്ക് നീ പാദരക്ഷ നൽകണേ അല്ലാ. അവരുടെ അവസ്ഥ പറഞ്ഞുതരാ റസൂലുള്ളാഹിന്റെ കൂടെയുള്ള 300 ചില്ലറ ആളുകളുടെ. പിന്നെ പറയാണ് റസൂലുള്ളാഹി, അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ, അല്ലാഹുവേ ഇവർക്ക് ഈ ഉടുത്ത തുണികളുണ്ടല്ലോ, ഈ ഉടുത്ത തുണികളൊന്ന് മാറ്റിയെടുക്കുവാനുള്ള തുണികളില്ലല്ലാ, ഉടുത്ത തുണിക്ക് മറുതുണിയില്ലാത്തവരാണല്ലാ, അവർക്ക് നീ വസ്ത്രം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ, അല്ലാഹുവേ വിശപ്പടങ്ങി ഭക്ഷണം കഴിച്ച പരിചയമില്ലാത്തവരാ, പട്ടിണി പാവങ്ങളാണല്ലാ, അവർക്ക് നീ ഭക്ഷണം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഉണ്ടോ? അതായിരുന്നു ബദരീങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഇത് പറഞ്ഞു തരുമോ ഉസ്താദുമാര്? പറഞ്ഞു തരൂല. കാരണം ഇത് പറഞ്ഞു തന്നാൽ പള്ളിയിൽ ഈ ബദർ മൗലൂദൊക്കെ നടത്തുന്ന സമയത്ത് പള്ളിയിലേക്ക് കയറി വരുമ്പോൾ പുറത്ത് അഴിച്ചു വെക്കുന്ന ചെരുപ്പന്നെ 500 ഉറുപ്പ്യൻ്റെ മേലെ വിലയുള്ള ചെരുപ്പാണ്, ഏറ്റവും ചുരുങ്ങിയത്. ആ ചെരുപ്പോടെ അഴിച്ചു വെച്ചിട്ട് അങ്ങോട്ട് വരുന്നത് ഉടുത്ത വസ്ത്രം 2000 ഉറുപ്പ്യ വിലയുള്ളതാണ്. അങ്ങനത്തെ എത്രയോ വസ്ത്രങ്ങൾ മടക്കി അൽമാറയിൽ വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ടാണ് ഓൻ ഈ പള്ളിക്ക് വരുന്നത്. പിന്നെ ഇന്നലെ നോമ്പ് പറഞ്ഞ ക്ഷീണം തന്നെ തീർന്നിട്ടില്ല, ഒരു 4 നോമ്പ് ഒന്നിച്ചെടുക്കാനുള്ള ഭക്ഷണം ഇന്നലെ തന്നെ കഴിച്ചിരിക്കണം. അങ്ങനെ പട്ടിണി എന്താണെന്ന് അറിയാത്ത മനുഷ്യർ. എന്നിട്ട് ഓരോ പള്ളിയിൽ വന്നിട്ട് പറഞ്ഞത്, ബദരീങ്ങളെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഇതിനൊക്കെ നിങ്ങൾ പരിഹാരം തരണം കേട്ടോന്ന്. ബദരീങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ആരാണിതൊക്കെ എഴുതിയുണ്ടാക്കിയത്? ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കൊണ്ടല്ലാതെ സാധിക്കൂല, ഒരു മുസ്ലിമിനെ കൊണ്ട് സാധിക്കൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ തരത്തിലുള്ള പാട്ടുകൾ, ഈ തരത്തിലുള്ള തേട്ടങ്ങൾ, ഇതൊക്കെയും അവസാനിപ്പിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞപ്പോൾ എതിർത്തവർ, മുഹമ്മദ് റസൂലുള്ളാഹി എതിർത്തവർ, അവർ പിന്നീട് കാര്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്നു, മുസ്ലിമായി, മുവഹിദുകളായി, മുത്തഖീങ്ങളായി, അവർ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരായി. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എത്ര എതിർപ്പായിട്ട് വന്നാലും എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഈ സത്യം അവരുടെ ഹൃദയത്തിൽ സ്വാധീനമുണ്ടാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഒരല്പം ഗൗരവത്തിൽ ചില സന്ദർഭങ്ങളിൽ ഇത് പറയേണ്ടി വരുന്നത്. സഹോദരങ്ങളെ, നമ്മൾ മരിച്ചു പോകുമ്പോൾ ഓരോ മനുഷ്യനും ഈ ദുനിയാവിൽ നിന്ന് മരിക്കുന്ന സമയത്തെ അള്ളാഹു 2 വിധത്തിൽ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ അറിയേണ്ടതാ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആറാഫ് അതിന്റെ 37-ാമത്തെ വചനം, ഫമൻ അളലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദ്ദബ എന്ന് തുടങ്ങുന്ന ആയത്ത്, ആ ആയത്തിന്റെ അവസാന ഭാഗം ഇങ്ങോട്ട് വരുന്ന സമയത്ത് അള്ളാഹു ഒരു കാര്യം നമ്മളെ പറഞ്ഞു തരിക. ഈ കാര്യം അള്ളാഹ് പറഞ്ഞു തരാനുള്ള ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഹത്താ ഇദാ ജാഅതുഹും റസുലുനാ, എൻ്റെ ദൂതന്മാർ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ, ആരാണ്? മലക്കുകൾ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ. എന്തിനാണ് സമീപിക്കുന്നത്? യതവഫൗനഹും, അവരെ മരിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പൊ മരണം അള്ളാഹ് കണക്കാക്കിയിട്ടുള്ള സമയമെത്തിയാൽ ആ മനുഷ്യന്റെ അടുത്ത് മലക്കുകൾ വരും. ആ മലക്കുകൾ, അവരെ മരിപ്പിക്കാൻ വരുന്ന മലക്കുകൾ ഈ മരിക്കാനായ മനുഷ്യനോട് ചോദിക്കും ഒരു ചോദ്യം. ഖബറിലെത്തിയിട്ടുള്ള ചോദ്യം വേറെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് റൂഹ് കൈമാറുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഉണ്ടെന്ന് അള്ളാഹ് പറഞ്ഞുതരാ. ഖാലൂ, ആ ദൂതൻ മലക്കുകൾ ചോദിക്കും, ഐനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലടോ
അല്ല അബ്ബാസേ, അല്ല ഷെരീഫേ, നീ അള്ളാഹ്ക്ക് പുറമ്പ് വിളിച്ചിരുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നില്ല മോനെ? അയിനമാ കുൻതും, ആ വിളിച്ചിരുന്നവരൊക്കെ എവിടെ കുഞ്ഞുമോനെ? അയിനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നീ വിളിച്ചിരുന്നവർ എവിടെ? എന്ത് ചെയ്യും? വിളിച്ചിരുന്ന ആള് ബദരീങ്ങളെ എന്ന് വിളിച്ച ആളുകളുണ്ട്, മമ്പർദ തങ്ങളെ എന്ന് വിളിച്ച ആളുകളുണ്ട്, മുഹയ്യദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിച്ച ആളുകളുണ്ട്, അല്ലേ? ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണയാ റബ്ബനാ. മരണസമയത്ത് ദാഹം വല്ലാതെ ഉണ്ടാവും. ആ സമയത്ത് എനിക്ക് വെള്ളവുമായിട്ട് ഇബ്ലീസ് വരും. ഇബ്ലീസിന്റെ വെള്ളം വേണ്ടല്ലാ. ആ സമയത്ത് ഇബ്ലീസിനെ ഒന്ന് അവിടുന്ന് പിടിച്ചു മാറ്റാൻ ബദരീങ്ങളെ കൊടുന്ന് നിർത്തിത്തരണേ അല്ലാ. ഇതാണ് പാട്ട്. ബദരീങ്ങൾ എങ്ങനെ കൊടുന്ന് ചുറ്റും നിർത്തി തരണം ഇബ്ലീസിനെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബദരീങ്ങൾ ഇങ്ങനെ നിൽക്കണുണ്ടാവും എന്നാണല്ലോ വിശ്വാസം. മലക്ക് ചോദിക്കും, നീ വിളിച്ചിരുന്ന ബദരീങ്ങൾ എവിടെ? അയിനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹ്ക്ക് പുറമെ നീ വിളിച്ചിരുന്നവർ ആരൊക്കെ ഉണ്ട്? അവരാര്? എവിടെ? ഈ മനുഷ്യൻ എന്ത് മറുപടി പറയും? അല്ല പറയാ, ആ മനുഷ്യൻ അവിടെ മറുപടി പറയും, വല്ലൂ അന്നാ, ഒരൊറ്റ സഹായിയും ഇല്ല തന്നെ. ഒറ്റ സഹായിയും ഇല്ല. സഹായികളാണെന്ന് വിചാരിച്ചവരാരുമില്ല. അപ്പൊ വിചാരിച്ചിട്ടേ ഉള്ളൂ, സങ്കല്പിച്ചതാ. ആ സങ്കല്പം തെറ്റാണെന്ന് ഖുർആൻ ധാരാളം വചനങ്ങളോടെ പറഞ്ഞു. നിങ്ങളുടെ സങ്കല്പം തെറ്റാണ്. അള്ളാഹു മാത്രമാണ് സഹായി, അവൻ മാത്രമാണ് നിങ്ങളുടെ വലിയ. വകഫാ ബില്ലാഹി വലിയ വകഫാ ബില്ലാഹി നസീറ. അള്ളാഹ് എത്ര സന്ദർഭങ്ങളിൽ അത് പറഞ്ഞു. ഈ മനുഷ്യൻ പറയും, വല്ലൂ അന്നാ, ഞങ്ങൾക്കൊരൊറ്റ സഹായമില്ല എന്ന മനുഷ്യർ മനിക്കോടോ മറുപടി പറയും. എന്നിട്ട് ആ മനുഷ്യൻ പറയും, വശഹിദൂ അലാ അൻഫുസിഹിം, ഞങ്ങളുടെ സ്വന്തം ശരീരം സാക്ഷിയാക്കി ഞങ്ങൾ പറയാ, അന്നഹും കാനൂ കാഫിരീൻ, അല്ലാഹുവിന് പുറമേ സഹായികളുണ്ടെന്ന് വിശ്വസിച്ച് അവരെ വിളിച്ചു തേടിയിരുന്ന ഞങ്ങളുടെ ജീവിതത്തെ കാഫിറാക്കി കളഞ്ഞു. ഇത് ഖുർആൻ പറഞ്ഞു തരാട്ടോ. ഈ ആയത്തുകൾ എടുത്തോളെ. സൂറത്ത് അറാഫ് 37-ാമത്തെ വചനം ഏത് ഉസ്താദിന്റെ അടുത്തും കൊണ്ടുപോയിക്കോളെ. ഈ ആയത്തിനൊന്ന് ഉസ്താദ് ലഫ്ളും ബി ലഫ്ളായിട്ടൊന്ന് അർത്ഥം പറഞ്ഞു തരും എന്ന് പറഞ്ഞാൽ മതി. ഉസ്താദ് ആയത്തിന് ലഫ്ളും ബി ലഫ്ളായിട്ട് അർത്ഥം പറഞ്ഞു തരും. ഞാൻ ഈ പറഞ്ഞ അർത്ഥത്തിന് അപ്പുറം ഒരു അർത്ഥം പറയുന്നതിന് വേറെ ഇല്ല. കാരണം ഇല്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മരണസമയത്ത് അള്ളാഹു പറയാ, അള്ളാഹു മാത്രം മതി എന്ന് പ്രഖ്യാപിച്ച ആളുകൾ, അള്ളാഹുവിനെ അറിഞ്ഞ് ഈ പറയുന്ന ആളുകളൊക്കെ ചതിയന്മാരും ചൂഷകരും വഞ്ചകരും ആളുകളുടെ പണത്തെ ആഗ്രഹിക്കുന്നവരും മറ്റു പല വേണ്ടാത്തരത്തിൻ്റെയും ആളുകളായിട്ട് ഇരിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകളൊക്കെ ഒഴിവാക്കി എൻ്റെ റബ്ബ് മതി എനിക്ക് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ആളുകൾ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് എൻ്റെ റബ്ബെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞവർ, സുമ്മസ്തഖാമൂ, അവര് പിന്നെ വേറെ വഴികളിലേക്ക് പോയിട്ടില്ല. അവര് പിന്നെ മുസ്തഖീമിലാണ്, ശരിയായ പാതയിലാ. ആ ഒറ്റ പാതയിലാ അല്ലാഹ് മതി എന്ന് പറഞ്ഞു കൊടുത്ത ആ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്, ആ റബ്ബിനോട് മാത്രമാണ് സഹായം തേടിയത്, ആ റബ്ബിൻ്റെ അടുത്ത് നിന്ന് മാത്രമാണ് പ്രതീക്ഷിച്ചത്. അത്തരം ആളുകൾ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് അതാ മലക്കുകൾ അങ്ങനെ വന്നിറങ്ങും. അവരുടെ മരണസമയം ആ മലക്കുകൾ വരുന്നവരൊക്കെ എന്താ പറയാ, അല്ലാ തഖാഫൂ, പേടിക്കണ്ടട്ടോ, വലാ തഹ്സനൂ, വിഷമിക്കണ്ടട്ടോ, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, സ്വർഗത്തിലേക്കാണ് മടങ്ങുന്നത് എന്ന സന്തോഷ വാർത്ത ആ മലക്കുകൾ തരും. അപ്പൊ നമ്മൾ മടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു സന്തോഷ വാർത്ത നമുക്ക് ലഭിക്കണമെങ്കിൽ എന്തു വേണം? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് ഉറച്ചു വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ ഒരു അല്പം പോലും മാറാതെ അതിൽ ഉറച്ചു നിൽക്കണം. എന്ത് പ്രതിസന്ധി വന്നാലും. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞു, ഫിറഔന്റെ തടവറയിൽ കഴിയുന്ന ഇസ്രായേലി മക്കളെ പുറത്തു കൊണ്ടുവരാൻ. ആ മൂസാ നബി അവരോട് പറഞ്ഞു. മൂസാ നബിയോടൊപ്പം അവർ ഇറങ്ങിപ്പോന്നു. ഫിറഔനും സൈന്യവും കാണാത്തൊരവസ്ഥയിലാണ് അവർ ഇറങ്ങിപ്പോന്നത്. അവർ ഓടുകയാണ്. ഓടി ഓടി അവരുടെ ഓട്ടം നിൽക്കുന്നത് മുമ്പിൽ കടലായപ്പോഴാണ്. കടൽ കണ്ടപ്പോൾ ഇനി ഓടാൻ വയ്യ, മുമ്പിൽ നിന്നു, ഓട്ടം നിന്നു. അവരൊന്ന് വന്ന വഴിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി എന്നാ ഖുർആൻ പറഞ്ഞ. സൂറത്തു ശുഅറായിലെ അതിൻ്റെ 61, 62, 63 ആയത്തുകൾ ഓതുമ്പോൾ മൂസാ നബിയും ഈ ആളുകളും ഓടിയത് നമ്മളെ കണ്ണിൽ കാണും. ഓതുമ്പോൾ നമ്മളെ കണ്ണിൽ കാണും അവർ ഓടിയത്. ആ കടലിനടുത്ത് അവർ നിന്നതും നമ്മളെ കണ്ണിൽ കാണും. അത്ര രസകരമായിട്ട് അള്ളാഹ് ആയത്ത് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അവരൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ
അവരിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഫിറൗനും സൈന്യവും ഇവരെ പിടികൂടാനായിട്ട് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അവരാകെ പേടിച്ചു, ആകെ വിഷമിച്ചു. കാരണം എന്താ, പിടിച്ചു കഴിഞ്ഞാൽ വലത്തെ കൈ കൊത്തും, ഇടത്തെ കാലും കൊത്തും, ക്രൂരമായി പീഡിപ്പിക്കും. അതാണ് ഫിറൗവിൻ്റെ അവൻ്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും സ്വഭാവം. അതുകൊണ്ട് തന്നെ മൂസാ നബിയോടൊപ്പം വന്ന ജനത മൂസാ നബിയോട് പറഞ്ഞു, ഖാല അസ്ഹാബു മൂസാ, മൂസാ ഇന്നാല മുദ്റകൂൻ, വെറും കുടിക്കല് കുടുങ്ങിയല്ലോ മൂസ, വല്ലാത്ത കുടിക്കലുള്ള മൂസ കുടുങ്ങിയത്. മുമ്പിൽ കടല, പിന്നിൽ സൈന്യ, നമ്മൾ എവിടേക്കാ ഓടുക? ഓർക്കത് പറയാ. കാരണം എന്താ, അവർക്ക് അള്ളാനെ അറിഞ്ഞിട്ടില്ല, അവർക്ക് അള്ളാനെ അറിഞ്ഞിട്ടില്ല. മൂസാ നബി അത് പറയോ? പറയില്ല. എന്തേ? മൂസാ നബിക്ക് അള്ളാനെ അറിയാം. അതുകൊണ്ട് മൂസാ നബി പറഞ്ഞു അവിടെ, ഖാലൂ, മൂസാ നബി പറഞ്ഞു, കല്ലാ, അങ്ങനെ ഒന്നുമല്ല, നിങ്ങൾ പറഞ്ഞ മാതിരി അല്ല, ഒരു കുടുക്കും കുടുങ്ങൂല. കണ്ടങ്ങള്, ഒരു കുടുക്കും കുടുങ്ങൂല. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എൻ്റെ റബ്ബന്റെ കൂടെയുണ്ട്, അവൻ ഇവിടെ ഒരു വഴി അങ്ങ് നമുക്ക് തരും, ഇവിടെ ഒരു വഴി അള്ള കാണിച്ചു തരും. മൂസാ നബിക്ക് ഉറപ്പാ, മൂസാ നബി അള്ളാനെ അറിഞ്ഞിട്ടുണ്ട്, അള്ള സഹായിക്കുന്നു മൂസാ നബിക്ക് ഉറപ്പാ. അതുകൊണ്ട് മൂസാ നബി പറഞ്ഞ്, പേടിക്കണ്ട, കുടുങ്ങിയെന്ന് പറയണ്ട, ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എൻ്റെ റബ്ബന്റെ കൂടെ ഉണ്ട്, ഇവിടെ ഒരു വഴി കാണിച്ചു തരും. അപ്പോൾ അള്ളാഹുവിന്റെ വഹി വന്ന് ഫഔഹൈനാ ഇലാ മൂസ, അപ്പോൾ മൂസാ നബിക്ക് വഹി കിട്ടി, അനുളിരി ബിഅസാകൽ ബഹർ, മൂസ നിന്റെ കയ്യിലെ വടി കൊണ്ട് അടിക്ക് കടലിനെ. അതുവരെ മൂസാ നബിക്ക് അറിയില്ല കേട്ടോ, നിന്റെ കയ്യിൽ വടി കൊണ്ട് കടലിനടിച്ചാൽ കടലാണ്ട് മാറും. മൂസാ നബിക്ക് അറിയില്ല. അവിടെ മൂസാ നബിയിലൂടെ മുഅ്ജിസത്ത് അള്ളാഹ് കാണിച്ചു കൊടുക്കുക. മൂസാ നിന്റെ കയ്യിലെ വടി കൊണ്ട് അടിക്ക് കടലിനെ. മൂസാ നബി അതാ വടി കൊണ്ട് കടലിനടിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ വെള്ളങ്ങൾ പർവ്വതങ്ങൾ ഉയർന്നു നിൽക്കുന്നത് പോലെ ഉയർന്നു വന്നു. അവർക്കുള്ള വഴിയാണ്ട് തുറന്നു കൊടുത്തു കടലില്. അള്ളാഹ് അങ്ങനെ സഹായിക്കും, അങ്ങനെ സഹായിക്കുന്നവനാണ് അള്ളാഹ്. അത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരിക. അതുകൊണ്ടാ പറഞ്ഞത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അള്ളാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, പിന്നെ സുമ്മസ്തഖാമു, അവരാ മുസ്തഖീമിൽ നിന്നുകൊള്ളണം. പിന്നെ വഴി തിരിഞ്ഞ് അപ്പുറത്ത് വേറൊരാള്, ഇപ്പുറത്ത് വേറൊരാള് ഇല്ല. അങ്ങനെ ഒരു തേട്ടം ഇസ്ലാമിൽ അള്ളാഹ് പഠിപ്പിച്ചു തന്നിട്ടില്ല, ഖുർആനിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല, മുഹമ്മദുർ റസൂലുള്ളാഹ് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ രണ്ടാമൊരവസ്ഥയിലാണ് നമ്മൾ മരിക്കുക. അള്ളാഹ് ഈ പറഞ്ഞ രണ്ടാമൊരവസ്ഥയിൽ നമ്മൾ മരിക്കുക ഉറപ്പാ. ഒന്നുകിൽ നമ്മളെടുത്ത് വരുന്ന മലക്കുകൾ ചോദിക്കും, ഐനമാ കുൻതും തദ്ഉന മിൻ ദൂനില്ലാഹ്, നീ നേർച്ചയാക്കിയിരുന്ന ആളുകളില്ലേ, നീ പാട്ടുപാടിയിരുന്ന ആളുകളില്ലേ, നീ പ്രതീക്ഷിച്ചിരുന്ന ആളുകളില്ലേ, ഓരൊക്കെ എവിടെയെന്ന് ചോദിക്കും. അവന് പറയും, കാണാനില്ല, അവരെ കിട്ടണില്ല. എന്തേ? അവർ പറ്റിച്ചു, ആ വിചാരം തെറ്റിപ്പോയി, ഒരു സഹായം ഇല്ല. മാത്രവുമല്ല, ഈ അവസ്ഥയിൽ ഞാൻ കാഫറായിക്കൊണ്ടാണ് മരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിലോ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അവർക്ക് ആ സ്വർഗത്തിന്റെ സന്തോഷം മലക്കുകൾ ഇങ്ങനെ അറിയിച്ചിട്ട്, പേടിക്കണ്ട കേട്ടോ, വിഷമിക്കേണ്ട, അള്ളാഹുവിന്റെ അടുത്തേക്ക് പോന്നോളൂ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അള്ളാഹു ഇഷ്ടപ്പെട്ടു, നീ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു, രക്ഷപ്പെട്ടു പോരെ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോരെ എന്ന് പറഞ്ഞുകൊണ്ട് പോകണമെങ്കിൽ മരിക്കുന്നതിന് മുമ്പ്, ഈ സാഹചര്യം, ഈ മലക്കുകൾ നമ്മളെ സമീപിക്കുന്നതിന് മുമ്പ്, നമ്മെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും സൃഷ്ടാവായ ആ അള്ളാഹുവിനെ അറിയേണ്ടുന്ന വിധത്തിൽ അവനെ അറിയണം, അവനെ ആരാധിക്കേണ്ടുന്ന വിധത്തിൽ ആരാധിക്കണം, അവനെ മാത്രം പ്രതീക്ഷിക്കണം, അവനോട് മാത്രം ദുആ ചെയ്യണം, അവനോട് മാത്രം നമ്മുടെ സങ്കടങ്ങൾ പറയണം. അതാണ് എല്ലാവരും നമ്മളെ പഠിപ്പിച്ചത്. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ നമ്മളെ പഠിപ്പിച്ചതും അതാണ്. ഇജ്അൽ ഖൽബക മസ്ജിദാ, നിങ്ങൾ ഹൃദയത്തെ നിങ്ങൾ പള്ളിയാക്കി കൂട്ടരെ, ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവോടല്ലാത്ത ഒരുത്തനോട് നിങ്ങൾ ദുആ ചെയ്യല്ലേ. കമാ ഖാല തആല, അങ്ങനെയാണ് അല്ലാഹ് നമുക്ക് പറഞ്ഞു തന്നത്. വ അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ പള്ളി അത് അല്ലാഹുവിന്റെ ഭവനമാണ്, ദുആ അല്ലാഹുവിനോട് മാത്രമാണ്. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അങ്ങനെ പഠിപ്പിച്ചെന്നത്. നിങ്ങൾ ഹൃദയം പള്ളിയാക്കി കളിന്ന പറഞ്ഞത്, ആ ഹൃദയത്തിൽ നിന്ന്, പള്ളിയുടെ പവിത്രതയുള്ള ഹൃദയത്തിന് അല്ലാഹ് എന്ന വിളിയല്ലാത്ത വിളി ഉണ്ടാവരുത്. അത് പഠിപ്പിച്ച മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ പോലും 1000 വട്ടം വിളിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹുവിനെ മനസ്സിലായില്ല, മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലാവാതെ പോയാൽ അവരുടെ മരണസമയം സങ്കടത്തിന്റെ കടലായിരിക്കും. അല്ല, അള്ളാഹുവിനെയും അള്ളാഹു സൃഷ്ടിച്ച മറ്റുള്ള മഖ്ലൂക്കുകളെയും അറിയേണ്ടുന്ന വിധത്തിൽ അറിഞ്ഞ്, അവർക്കുള്ള പരിമിതികൾ അറിഞ്ഞ് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, റബ്ബിനെ മാത്രം പ്രതീക്ഷ ജീവിക്കുകയാണെങ്കിൽ, സന്തോഷത്തോടുകൂടി ആ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കാൻ മിനൻ നബിയ്യീന വസുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ,
അള്ളാഹുവിൻ്റെ നബിമാരോടൊപ്പം, അള്ളാഹുവിൻ്റെ സുദ്ദീഖീങ്ങളോടൊപ്പം, അള്ളാഹുവിൻ്റെ ശുഹദാക്കളോടൊപ്പം, അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളോടൊപ്പം ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇത്തരം കേന്ദ്രങ്ങളിൽ പോയിരുന്ന ആളാണ്. ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിരുന്ന ആളാണ്. എൻ്റെ ഉസ്താദാണ് എന്നെ തിരുത്തി തന്നത്. അവർ കേൾക്കൂലട്ടോ, അവർ പറഞ്ഞ നീ വിളിക്കുന്നവർ കേൾക്കൂല, അവരോടുള്ള പ്രാർത്ഥന ഇസ്ലാമികമല്ല, അവരോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തിരുത്തി തന്നത് എൻ്റെ ഉസ്താദാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയാൻ കുറച്ചും കൂടി ഒരു ശബ്ദം ഉയർത്തേണ്ടി വരുന്നത്. സഹോദരങ്ങളെ, വല്ലാത്ത അപകടകരമായ അവസ്ഥയിലാണ് മുസ്ലിം ഉമ്മത്ത് കഴിയുന്നത്. ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ എല്ലാവിധ പ്രതിസന്ധികൾക്കും പരിഹാരം വേണോ? ലഹരിയിൽ നിന്ന് പരിഹാരം വേണോ? അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പരിഹാരം വേണോ? പരിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദുർ റസൂലുള്ളാ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു ദീനിനെ ആ ഒരു അർത്ഥത്തിൽ ആ ഒരു ഇസ്സത്തിൽ നമ്മൾ സ്വീകരിച്ചാൽ അള്ളാഹു നമ്മൾക്ക് ഇസ്സത്ത് നൽകും. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ലഹരിയുടെ പിടിപാടുകളിൽ നിന്നും നമ്മളെയും നമ്മുടെ മക്കളെയും അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരാലും ആവലാതി പറയാത്ത നല്ല കുടുംബമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായി ഈ ദുനിയാവിൽ നിന്ന് വിട പറയുവാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലയോടൊപ്പം ആ ലാ ഇലാഹ ഇല്ലല്ല ജീവിതകാലത്ത് മുറുകെ പിടിച്ച് ആ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ നമുക്ക് പഠിപ്പിച്ചു തന്ന രീതിയിൽ മനസ്സിലാക്കി ആ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി ഈ ഭൂമി ലോകത്ത് വിട പറയുന്ന മുവഹിദുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ചേർക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പുകൾ അതിൻ്റെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് അള്ളാഹു നമുക്ക് സ്വർഗം നൽകുന്ന ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാരെ പ്രവേശിച്ചു കൊള്ളുക എന്ന വിളംബരം ഉണ്ടാകുമ്പോൾ മഹ്ശറയിൽ നിന്ന് ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽഖൗമിൽ ളാലിമീൻ വനജ്നാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.